സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ നാം ചർച്ച ചെയ്തു വരുന്നത് അഥവാ ഫാമിലി ക്ലാസ്സിൽ അൽ അൻസാർ എന്ന വിഷയമാണ്. ആരാണ് അൻസാറുകൾ? മദീനയിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം വളരെ നിർബന്ധമായി പഠിക്കേണ്ട വിഷയമാണ് എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അൻസാരികളെ പരിചയമില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അവൻ ഉൾക്കൊള്ളുന്ന ദീനുമായി, മതവുമായി, പ്രസ്ഥാനവുമായി വേണ്ടത്ര ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. ആരാണ് അൻസാറുകളെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലല്ലെങ്കിലും മലയാളികളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ധാരാളം പേര് അൻസാറുകളാര്, മുഹാജിറുകളാര്, ഈ മദീനയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠമെന്ത് എന്നീ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മദീനയിലേക്ക് കിട്ടിയതായ വിസ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരുപക്ഷെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്ക് ഇവിടെ ഭൗതികമായ നേട്ടങ്ങൾ വല്ലതും നേടാൻ സാധിച്ചേക്കാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇവിടെ വന്ന താമസിച്ചവരാവട്ടെ അല്ലെങ്കിൽ വന്നുപോയവരാവട്ടെ സലഫ് സാലിഹ്യങ്ങളിൽ അവരെല്ലാം നേടിയതായ നേട്ടങ്ങൾ പോലത്തതായ നേട്ടങ്ങൾ നേടിയവരായി മാറുന്നില്ല പലരും എന്നതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ വേണ്ടി ദൂരം പോകേണ്ടതില്ല. മദീനയിൽ ദശവർഷങ്ങൾ താമസിക്കുന്ന സുഹൃത്തുക്കളെ പരിശോധിച്ചാൽ പലരെയും നമുക്ക് ഖേദത്തോടുകൂടിയല്ലാതെ അവരോട് സംസാരിക്കുവാനോ അവരെക്കുറിച്ച് മനസ്സിലാക്കാനോ പറ്റാത്തതായ ഗതികേട് ദൈനംദിനം നാം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗമാണ് റബ്ബ് നമുക്ക് അനുഗ്രഹിച്ചത്. ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെ ആഴ്ചതോറും ഈ നാട്ടിലിറങ്ങിയ മതം പഠിക്കാൻ ഒരുമിച്ച് കൂടാൻ ഇവിടുത്തെ അധികാരം ഏറ്റെടുത്ത മത കാര്യാലയത്തിന്റെ നേതൃത്വം മുതൽ അവരുടെ പരിസരത്തിലുള്ള എല്ലാ ജാലിയാത്ത് ഓഫീസുകൾ എല്ലാം കച്ചകെട്ടി പുറപ്പെട്ട് ശരിക്ക് വിദേശികളുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരു മഹാഭാഗ്യവും നേട്ടവുമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മെപ്പോലത്തവരുടെ ബാധ്യതയും ആണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു അൽ അൻസാർ എന്ന സബ്ജക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ടത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി നീണ്ട 12ഓളം വർഷങ്ങൾ ഇവൻ തന്നെ ഇവിടെ വ്യാഴാഴ്ച നടത്താറുള്ള ക്ലാസ്സുകളിലൂടെ ഇസ്ലാമിക് ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി പല ഫലങ്ങളും പറയുന്ന ഈ സാധുവിനും കേട്ടതായ പലർക്കും ലഭിച്ചു എന്നത് നിഷേധിക്കാൻ പറ്റാത്തതായ യാഥാർത്ഥ്യമാണ്. നാം ചെയ്തത് എടുത്തു പറയാൻ വേണ്ടിയല്ല, മറിച്ച് വീഴ്ചകൾ മനസ്സിലാക്കി വീഴ്ചകളെ നികറ്റാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത്, നിങ്ങളെ വേദനിപ്പിക്കാനുമല്ല. പ്രത്യേകിച്ച് ഫാമിലിയുമായി ഇവിടെ താമസിക്കാനുള്ള ചാൻസ് കിട്ടുക എന്നത് മഹാഭാഗ്യമാണ്. അത് പണ്ടുള്ള സലഫ് സാലിഹ്യങ്ങൾക്ക് തന്നെ കിട്ടാറില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, സലഫ് സാലിഹ്യങ്ങളിൽ നിന്നിട്ട് മൊറോക്കോയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ റഷ്യൻ നാടുകളിൽ നിന്നിട്ട് നമ്മുടെ ഇമാം ബുഖാരിയെ പോലത്തവരോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ നിന്നിട്ട് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് തന്നെയോ ഇവിടെ വന്നതായ മഹാത്മാക്കൾ വന്നപ്പോൾ വരാറുള്ളത് തന്നെ എൽമു പഠിക്കാൻ വേണ്ടിയാണ്. എൽമു പഠിച്ചു പോകുന്ന വേളയിൽ കാലം നീളുകയാണെങ്കിൽ എവിടെയെങ്കിലും കല്യാണം കഴിക്കാന്നല്ലാതെ കുടുംബത്തോടു കൂടി വരിക എന്നത് ഹജ്ജിന് വരാനുള്ള നിർബന്ധ ബാധ്യത ഉള്ള സമയത്ത് ഉള്ളവർ ചിന്തിക്കുക എന്നല്ലാതെ അങ്ങനെ സംഭവിക്കാറില്ല. എന്തോ ഒരു നേട്ടം, എന്തോ ഒരു ഭാഗ്യം ഇന്ന് ജീവിക്കുന്ന ഇവിടേക്ക് വിസ കിട്ടിയവരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം ഫാമിലിയെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. കാശ് ചെലവഴിക്കേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, അത് വേറെ പ്രശ്നം, അത് എവിടെയും വേണമല്ലോ. എന്നാലും ഒരു വലിയ നേട്ടമാണ്. നേട്ടങ്ങൾ എത്ര നമുക്ക് ലഭിക്കുന്നു അതനുസരിച്ചിട്ട് അൽ ഗുൻമു ബിൽ ഗുർമി മനപ്പാടമുണ്ടല്ലോ. അൽ ഗുൻമു ബിൽ ഗുർമി, നമുക്ക് അള്ളാഹു ചെയ്തു തരുന്നതായ ആ ഗനീമത്ത്, അതാണ് ഗുൻമ്. അതിന് എന്ത് വേണം? ഗുർമ് വേണം, അഥവാ അവകാശമുണ്ട്, ബാധ്യതയുണ്ട്.
ആ ബാധ്യതകൾ എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഞാൻ ഇവിടെ സാധാരണ പറയാറുള്ളത്, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതുപോലെ, എന്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഭൂമിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റബ്ബ് നൽകിയതായ സാർവാനുഗ്രഹങ്ങളെ കുറിച്ച്, അനിൻ നഈം, സാർവാനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എപ്പോൾ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും, കാണുകൊണ്ട് നിങ്ങൾ ദൃക്സാക്ഷികളാകുക തന്നെ ചെയ്യും. ഹാളിപ്പാളി കത്തുന്ന നരകത്തെ നിങ്ങൾ കാണുന്ന വേളയിൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിന്നിട്ട് ഖേദിച്ചവർക്ക് ഖേദിക്കേണ്ടി വരുന്ന രംഗം അതാണ്. യഥാർത്ഥ ഖേദം കൈകടിക്കുന്ന രംഗം അതാണ്, വിരലല്ല. കൈകടിക്കുന്ന രംഗം. അപകടത്തിൽപ്പെട്ടവരാണെങ്കിൽ പ്രശ്നം എന്താണ്? ചോദിക്കപ്പെടും. എന്താണ് ചോദിക്കപ്പെടുക? ഇവിടെ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച്. എവിടെ? ഭൂമിയിൽ. ആ അനുഗ്രഹങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹാ അനുഗ്രഹമാണ് ഹജ്ജിന് വരാൻ, ഉംറക്ക് വരാൻ, വിസയുമായിട്ട് ഇവിടെ താമസിക്കാൻ വരാൻ, ഈ പുണ്യഭൂമിയിൽ ചാൻസ് കിട്ടുക എന്നത്. ഒരു നോക്കി ഈ നാട്ടിനെ നോക്കണമെന്ന് പൂതി വെച്ചിട്ട് കോടിക്കണക്കിൽ മുസ്ലിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നു, മരിക്കുന്നു, കാണാൻ ചാൻസ് കിട്ടാറില്ല. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നിട്ടാണ് അള്ളാഹു നമ്മെ ഈ നാട്ടിലേക്ക് സ്ഥിരം പല വർഷങ്ങൾ താമസിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരിക്കവേ അങ്ങനെയുള്ള നാം അൻസാറുകളെ പരിചയപ്പെടാതിരിക്കാനോ? എന്തു പറഞ്ഞു നാം? അൻസാറുകൾ അഥവാ ഈ വിശുദ്ധ ഭൂമിയിൽ പണ്ട് അള്ളാഹുവിന്റെ ദൂതർ വരുന്നതിന് മുമ്പ് സ്ഥിരതാമസം ഉറപ്പിച്ചുകൊണ്ട് ജീവിച്ച അറബികളിൽ നിന്നിട്ട് രണ്ട് മഹാ കബീലകൾ ഉണ്ടായിരുന്നു. അൽ ഔസ് വൽ ഖസ്റജ് എന്നാണ് ആ കബീലകളുടെ പേര്. ആ രണ്ട് കബീലക്കാരുടെ ഉത്ഭവം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ നാട് ഈ നാടല്ല. അവർ ആരാണ് യഥാർത്ഥത്തിൽ? ഖഹ്താന്റെ മക്കളാണ്. ഖഹ്താന്റെ മക്കളുടെ മക്കളിൽ നിന്നിട്ട് ഇത് സബഇ എന്ന ഒരു നേതൃത്വത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. ആ സബഇ എന്ന നേതൃത്വം ഒരു മനുഷ്യനാണ്, പുരുഷനും കൂടിയാണ്. പുരുഷനായ ആ സബഇന്റെ സന്തതികൾ ജീവിച്ച നാടായിരുന്നു മഅ്രിബ് എന്നതായ ക്യാപിറ്റലിലൂടെ അറിയപ്പെട്ടതായ അന്നത്തെ യമൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ നിന്നിട്ട് സബഇന് 10 മക്കളുണ്ടായിരുന്നു. 6 പേര് അവരിൽ നിന്നിട്ട് 6 പേര് യമനിലും അല്ലെങ്കിൽ അതിന്റെ പരിസരത്തിലും താമസിച്ചു. അന്നത്തെ യമൻ മക്ക വരെയാണ്, അന്നത്തെ ഷാം മദീന മുതൽ അങ്ങോട്ടാണ് എന്നതുകൂടി അടിവരയിട്ട് പഠിച്ചിരിക്കൽ ചരിത്രം പഠിക്കുമ്പോൾ നല്ലതാണ്. അപ്രകാരം 4 പേര് ഷാം നാടിലും താമസിച്ചു എന്നാണ് അറിയപ്പെടാൻ സാധിക്കുന്നത് ചരിത്രത്തിലൂടെ. ആ 10 പേര് എന്ന് പറഞ്ഞാൽ 10 ആള് എന്ന അർത്ഥത്തിലേക്കല്ല, പിന്നെയോ 10 പേരും അവരുടെ ഫാമിലിയും കുടുംബവും ആ സകലം എന്ന അർത്ഥത്തിലേക്കാണ്. ആ സമൂഹത്തിന്റെ പേരായിരുന്നു എന്ത്? സബഅക്കാർ. അതിനെക്കുറിച്ച് റബ്ബ് ചർച്ച ചെയ്തതായ ഒരു ഭാഗമായിരുന്നു സബഅ. നാട്ടിന്റെ ഉടമകൾ എന്തിനാണ്? രാജാക്കന്മാര്, നൂറ്റാണ്ടുകൾ എന്ന് തന്നെ പറയാം. നമുക്ക് കൃത്യമായിട്ട് ചരിത്രത്തിൽ നിന്നിട്ട് തീയതി പറയാൻ പറ്റുന്നില്ല അവർ എത്ര കാലം ഭരിച്ചു എന്നത്. പക്ഷെ സാമ്രാജ്യം മഹാസാമ്രാജ്യമായിരുന്നു. അഥവാ ഷാമ് വരേക്കും അവർ ഭരിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോൾ വായിക്കുമ്പോൾ തോന്നാറുണ്ടായിരിക്കാം. വേറെ ഭരണകൂടത്തെ ആ സന്ദർഭത്തിൽ പറയപ്പെടാറില്ല. അങ്ങനെ ഭരിച്ചതായ ഭരണകൂട്ടത്തിൽപ്പെട്ട ഒരു ഭരണം തന്നെയായിരുന്നു ബിൽഖീസ് രാജ്ഞിയുടെ ഭരണവും എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം യമനിന്റെ പരിസരത്തിൽ താമസിച്ച കാലഘട്ടത്തിൽ അള്ളാഹ് അവർക്ക് അനുഗ്രഹിച്ചു. പണ്ടുള്ള അതേ ശൈലി ഇന്നും കാണാം യമനികളിൽ. എന്തുകൊണ്ട്? എന്താണത്? അവർ പണ്ട് തന്നെ ബിസിനസ്സിൽ പേരെടുത്തവരാണ്, പ്രശസ്തരാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ പേരെടുത്ത മുസ്ലിം ബിസിനസ്സുകാരാണ് ഹദ്റമികൾ. സൗദി അറേബ്യയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വലിയ വലിയ കോടീശ്വരന്മാർ നോക്കിയാൽ അവരെല്ലാം ഹദ്റമികളാണ്, യമനികളാണ്. അതുപോലെ ലോകത്തിൽ നാം എവിടെ പരിശോധിച്ചാലും, കേരളത്തിൽ തന്നെയുള്ള സെയ്തന്മാരൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ ബിസിനസിന്റെ പേരിലോ മറ്റു വല്ല പേരിലോ പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിലേക്ക് വന്ന് താമസമർപ്പിച്ച് കല്യാണം കഴിച്ചു കൂടി അവിടെ ആ നാട്ടുകാരായി മാറിയതായ പലരെയും കേരളത്തിലും കാണാം. കേരളത്തിലെന്ന് മാത്രമല്ല, ജനൂബ് ഷർക്ക് ആസിയ, ജനൂബ് കിഴക്കേ തെക്കേ ആസിയ, അങ്ങനെയല്ല പറയാ, ഏഷ്യ, ആ ഭാഗങ്ങൾ അഥവാ സിംഗപ്പൂർ, ഫിലിപ്പീൻ,
അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് ആ ഭാഗത്ത് മുഴുവൻ പരിശോധിച്ചാൽ കാണാവുന്നതാണ് യമനികൾ. എന്ന് മാത്രമല്ല, യൂറോപ്പ് നാടുകളിൽ വരേക്കും ചില ബാങ്കിൽ പ്രധാന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഉടമകളോ പരിശോധിച്ച് നോക്കിയാൽ അലർമികളെ കാണാവുന്നതാണ് എന്നത് അത്ഭുതമില്ല. പണ്ട് തന്നെ അവർ ബിസിനസ്സുകാരായിരുന്നു. ഇതൊക്കെ ഫാമിലി ക്ലാസ്സിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഉണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാനുള്ള മുന്നോടി മാത്രമാണ് വിഷയം. അൽ അൻസാറി എന്നതാണ്. അൻസാറുകൾ മദീനയിൽ റസൂലുള്ളാഹിയെ സ്വീകരിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബാക്കളാകുന്ന മുഹാജിറുകളാകുന്ന സ്വർഗത്തിൽ ഫസ്റ്റ് ട്രിപ്പിൽ പോകേണ്ടവരെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതായ ആര് കഴിഞ്ഞാൽ, നബിമാര് കഴിഞ്ഞാൽ ആ മുഹാജിറുകളെയും സ്വീകരിച്ച ആ മഹാത്മാക്കളായ അൻസാറുകൾ ഖുർആൻ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതായ വിഭാഗമാണ്. അങ്ങനെയുള്ള വിഭാഗത്തിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ അവരെ ഹിസ്റ്ററി ചെറിയ രൂപത്തിലെങ്കിലും തുടക്കം മുതൽക്കേ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമായതുകൊണ്ടാണ് ഈ മുഖവുര നൽകുന്നത്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബ എന്ന നാട്ടുകാർ അവരുടെ മസ്കനിൽ ലോകത്തിന് ദൃഷ്ടാന്തമുണ്ട്. ആയ എന്നാണ് ആയത്ത്. അള്ളാഹ് ദൃഷ്ടാന്തം എന്ന് പറയണമെങ്കിൽ സാധാരണ സാധനമല്ല. ലോകം വലിയൊരു സാമ്രാജ്യമാണത്. വലിയ ഭരണകർത്താക്കളാണവർ. അവരുടെ ജീവിതം ലോകത്തിന് മഹാപാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അള്ളാഹു ആയ, ദൃഷ്ടാന്തമാണ്. പിന്നെ തുടർന്നത് ദൃഷ്ടാന്തത്തെക്കുറിച്ച് ജന്നതാൻ, അവർക്ക് നാം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. 2 മഹാതോട്ടം അവരുടെ നാട്ടിൽ തന്നെ. അൻ യമീനിൻ വശിമാൽ, വലതുഭാഗത്ത് ഒരു മഹാതോട്ടം, ഇടതുഭാഗത്ത് ഒരു മഹാതോട്ടം. അഥവാ കൃഷിയിൽ പേരെടുത്തവർ, കൃഷിയിൽ പ്രശസ്തർ, കൃഷിയിൽ അവര് വ്യാപാരത്തിലും കൃഷിയിലൊക്കെ നല്ല പ്രമുഖന്മാര്. അവർ യഥാർത്ഥത്തിൽ ഞാൻ സബഅുകാർ എന്ന് പറഞ്ഞപ്പോഴും യമനികൾ എന്ന് പറഞ്ഞപ്പോഴും ഒരുപക്ഷെ ഖഹ്താനികളുടെ മക്കളല്ലേ, നബിമാരുമായിട്ട് ബന്ധമില്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ആ തെറ്റിദ്ധാരണയും കൂടി നീക്കുകയാണ് ചരിത്രം പറയുമ്പോൾ. അള്ളാഹുവിന്റെ ദൂതർ ഈ മദീനയിൽ വെച്ചിട്ട് ഒരവസരത്തിൽ അസ്ലം ഗോത്രക്കാര് അമ്പെയ്യാൻ വേണ്ടി പ്രാക്ടീസ് എടുക്കുന്ന വേളയിൽ മദീനയിൽ അവരോട് പറഞ്ഞു, എറിഞ്ഞോ, നിങ്ങളുടെ വാപ്പ ഇസ്മായിൽ പണ്ട് എറിയാറുണ്ടായിരുന്നു എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളുടെ വാപ്പ ഇസ്മായിൽ പണ്ട് എറിയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ബുഖാരിയിലാണ് സംഭവം. അപ്പോൾ ഈ വാക്കിൽ നിന്നിട്ട് ചരിത്രകാരന്മാര് ഗ്രഹിച്ചത് ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതികളുമായിട്ട് അല്ലെങ്കിൽ സന്തതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സബഇകൾ. അപ്പോൾ സബഇകൾ, ഖഹ്താനികൾ, അറബികൾ. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖസസുൽ അംബിയ എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ പഴയ അറബി ആവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂൽ ഇവിടെ പറയുന്നത് ഇസ്മായിൽ എന്നാണ്. ഇസ്മായിൽ ഇബ്രാഹിമിന്റെ മകനാണല്ലോ, പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇസ്മായിൽ, നിങ്ങളുടെ വാപ്പ ഇസ്മായിൽ എറിയാറുണ്ടായിരുന്നു. അമ്പെയ്ത്താണ് ഇത്. അമ്പെയ്യാൻ പ്രാക്ടീസ് നേടുക എന്നത് നബിമാര് കാട്ടാറുണ്ട്, നമ്മുടെ നേതാക്കൾ കാട്ടാറുണ്ട്. നമ്മുടെ നേതാക്കളൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ പോരാടിയത് വെറുതെ അല്ലല്ലോ. ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് പോരാട്ടം അവർക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടായതല്ലോ. അവരതിന് വേണ്ടി ട്രെയിനിങ് നേടി പഠിച്ച് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ച് അങ്ങനെയായിരുന്നു അവരുടെ ജീവിതവും ഉയർച്ചയും വളർച്ചയും. അങ്ങനെയായിരുന്നു അവർ ഇസ്ലാമിക സേവകന്മാരാവാൻ വേണ്ടി തറ പാകിയപ്പോൾ ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. എത്രത്തോളം ഇമാം ബുഖാരിയുടെ ഹിസ്റ്ററിയിൽ കാണാൻ സാധിച്ചു. അത് നമ്മൾക്ക് കോലപ്പെടുത്താൻ പറ്റുന്നില്ല. ഞാൻ ഈയിടെ ആരോടോ കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഓർക്കുന്നു. എന്താണ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അവരുടെ തിൽമീദന്മാരിൽ ഒരാൾ, അവരിൽ നിന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്മാരിൽ നിന്നിട്ട് ഒരാൾ പറയുകയാണ്, ബുഖാരി ഇമാം ഇത് അമ്പെയ്താൽ പിഴക്കുന്നതായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എപ്പോഴും എഴുതിയാലും കൃത്യ തലസ്ഥാനത്തിലേക്ക് എത്തും. പ്രാക്ടീസ് ഉണ്ടാവണം, അതെ, ഫിബ്ര ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് സാധിക്കൂലല്ലോ. ബുഖാരി ഇമാമേ. അപ്പോൾ കിതാബിൽ ഹദീസിൽ മാത്രം ചടഞ്ഞുകൂടിയതല്ല, പിന്നെയോ അവർക്ക് നീണ്ട നാടുകൾ ദൂരെ യാത്ര ചെയ്യേണ്ടി വരും. ബുഖാറ എന്നൊക്കെ പറഞ്ഞ എവിടെയാണ്? റഷ്യയിലാണ്. റഷ്യയിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് ചിലപ്പോൾ നടന്നു വരും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇറാഖിൽ നിന്നിട്ട് ഇവിടേക്ക് പലപ്പോഴും നടന്നു വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 5 തവണ വന്ന് കൂട്ടത്തിൽ 3 എണ്ണം നടന്നു വന്നതാണ്. എന്താ നിങ്ങൾ കേൾക്കുന്നത്? ആയിരക്കണക്കിന് നാഴിക നടന്നു വരാണ്. വഴിയിൽ നിന്നിട്ട് കൂടെയുള്ളതായ സാദ് തീർന്നുപോയാൽ എന്ത് ചെയ്യും? ജോലി ചെയ്യും. അവിടെ വല്ല ജോലിയും ചെയ്യും.
എവിടെ അല്ലെങ്കിൽ തോട്ടത്തിൽ ജോലി ചെയ്യും, കൃഷി ജോലി ചെയ്യും, എന്നിട്ട് കാശുണ്ടാക്കും. എന്നിട്ട് കാശുണ്ടാക്കുന്ന അവിടെ കാശുണ്ടാക്കി അവിടെ തന്നെ കൂടാൻ വേണ്ടിയല്ല നാം കാട്ടും പോലെ. തെറ്റായ കാര്യമല്ല, രസം പറയാണ്. പിന്നെയോ അതിലൂടെ യാത്ര തുടരണം, ഹദീസ് പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ ഇറങ്ങിയ നാട്ടിലേക്ക് എത്തണം, പുണ്യഭൂമിയിലേക്ക് എത്തണം, ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ എൽമ് വിഴുങ്ങണം എന്ന ലക്ഷ്യമായിരുന്നു. നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതുപോലെ. അതോടൊപ്പം അവർക്ക് അവരുടെ ആ ശരീരത്തെ സംരക്ഷിക്കാൻ, ശത്രുക്കളിൽ നിന്നിട്ട് സംരക്ഷിക്കാനുള്ള പ്രതിരോധ വകുപ്പ് അവർ കണ്ടെത്തും. അതുകൊണ്ടാണ് ഇത് അമ്പയ്യാൻ പഠിക്കുന്നത്. റസൂൽ ഒഴിച്ചാണ് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് വേണം കുട്ടികൾക്ക്? അമ്പയ്യാനും എറിയാൻ എന്ന പദമാണ് റസൂൽ ഉപയോഗിച്ചത്. എറിയാൻ പഠിപ്പിക്കണം, അപ്രകാരം തന്നെ നീന്താൻ പഠിപ്പിക്കണം, അപ്രകാരം തന്നെ കുതിരയുടെ മീതെ കയറാൻ പഠിപ്പിക്കണം. കുതിരയുടെ മീതെ നമ്മൾക്ക് കയറാൻ പറ്റുമോ? കയറിയ ഇപ്പം തന്നെ വീഴൂലേ? കുതിര ഒന്ന് ഇങ്ങനെ അനങ്ങിയാൽ മതി, നമ്മളെ താഴെയായിരിക്കും. അപ്പൊ അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം എന്നർത്ഥം. അത് ഉണ്ടാക്കണം, പഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശരിക്കും ഇത് സലഫ് സാലിഹ്യങ്ങൾക്ക് റസൂൽ പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഫിറ്റാക്കാൻ പറ്റുന്നു അങ്ങനെ ഫിറ്റാക്കണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ തൊട്ട ക്ലാസ്സിലോ അതിനു മുമ്പത്തെ ക്ലാസ്സിലോ 2 ക്ലാസ്സിലും അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ച പള്ളിയാകുന്ന ഈ നമ്മുടെ മുമ്പിലുള്ള മസ്ജിദ് സജദ എന്ന പള്ളിയിൽ വെച്ചിട്ട്, അഥവാ മസ്ജിദ് അബീദർ എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് സജദ എന്ന പള്ളിയിൽ നിന്നിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്ത് അമിതമാക്കാൻ പാടുള്ളതല്ല, എന്തിൽ ദീൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഈ അമിതമാവുക എന്നത് അനിസ്ലാമികമാണ്. അതിന്റെ പേര് ഗുലൂ എന്നാണ്, അല്ലെങ്കിൽ തനത്തു എന്നും പറയാം അറബി ഭാഷ, റസൂലുള്ളാഹിന്റെ ഭാഷ. എന്റെ അല്ല. റസൂൽ പറയുന്നു ഹലകൽ മുതനത്തിഊൻ, മുതനത്തിങ്ങൾ നശിക്കട്ടെ. ആരാണ് മുതനത്തിങ്ങൾ? കെട്ടിക്കിടിപ്പുണ്ടാക്കുക, ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കുക, ഇല്ലാത്ത പ്രയാസമുണ്ടാക്കുക. അത് പാടുള്ളതല്ല. അത് ഏത് രൂപത്തിലും പാടുള്ളതല്ല. സ്നേഹത്തിലോ അല്ലെങ്കിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതിലോ ഇതിലൊന്നും പാടുള്ളതല്ല എന്നത് നാം പഠിച്ചതാണ്. അങ്ങനെ ചെയ്തവർ എവിടെ? യമനിലോ എവിടെ ഒരു കൂട്ടരെ കുറിച്ച് കേട്ടു. എന്താണ്? റസൂലിന്റെ കാലഘട്ടത്തിൽ സലഫ് സാലിഹ്യങ്ങൾ ചെയ്തതൊക്കെ ഫിറ്റാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ഭാര്യമാരൊക്കെ തലാഖല്ലിന്നാണ്. എന്താ അവരും തലാഖല്ലിയല്ലോ? എങ്ങനെയുണ്ട് രസം? ഭാര്യമാരൊക്കെ തലാഖല്ലി, ഇത് വേറെ പെണ്ണിട്ടല്ല, അവരും പെണ്ണിട്ടില്ലേ? ബഹുഭാര്യത്വം ഇസ്ലാമിൽ അനോദനീയമല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ പോയരത്താണ്, വെഡ്ഡിത്താണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം തലാഖിനെ കുറിച്ച് പറയുന്നതിന് കുറെ ഘട്ടങ്ങൾക്ക് ശേഷമാണ്. അത് ചിന്തിക്കാൻ തന്നെ പാടില്ല എന്നാണ്. ഏത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരസലുകൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. കുറവില്ലാത്തവരാരുമില്ല. പരിപൂർണതയുള്ള പുരുഷനെ ഒരു പെണ്ണിനൊരു പുരുഷനോ ലഭിക്കുക തന്നെ ഇല്ല. അങ്ങനെ ലഭിക്കുമെങ്കിൽ ലോകനേതാക്കളുടെ നേതാവായ നമ്മുടെ മുമ്പിൽ അന്തവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു ലഭിക്കേണ്ടത്. അവർക്ക് വരെ ലഭിച്ചിട്ടില്ല. പരിപൂർണത ആരിലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരസലുകൾ ഉണ്ടാകുന്നതായ വേളയിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണെന്ന് റസൂൽ പഠിപ്പിച്ചു. ഓരോരുത്തരും ചിന്തിക്കണം. ഞാനിപ്പോൾ എന്റെ ഭർത്താവിൽ നിന്നിട്ട് ഈ വീഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ നന്മകൾ ഞാൻ ഇതുവരെ കണ്ടല്ലോ. അപ്പോൾ ആ വീഴ്ച മറക്കാൻ അത് സഹായകമാകും. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയിൽ നിന്നിട്ട് വല്ല വീഴ്ചകൾ കാണുന്ന വേളയിൽ ഈ വേളയിൽ നിന്നിട്ട് ഇപ്പോൾ ഈ വീഴ്ച ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായി അവൾ നിന്നിട്ട് ഞാൻ ധാരാളം നന്മകൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അപ്പോൾ വീഴ്ചകൾ ഇല്ലാത്തവരാരും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്ലാം നടപ്പാക്കുന്ന കാര്യത്തിൽ സുന്നത്ത് ഫിറ്റാക്കണമെന്ന നിർബന്ധം സലഫ് സാലിഹ്യങ്ങൾക്ക് ഉണ്ടായി എന്നത് പറഞ്ഞുകൊണ്ട് അനിസ്ലാമിക ശൈലി അംഗീകരിക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇമാം അഹ്മദ് ഹംബൽ ഒരവസരത്തിൽ എന്ത് ചെയ്തു? ടൈം ശരിക്കും നോക്കിയിട്ട് റസൂൽ പറഞ്ഞതുപോലെ, അതൊന്നും പറയാൻ ടൈമില്ല, ഈ കൊമ്പ് വെക്കുക എന്നൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ വെടക്ക് ചോരെ എടുക്കുക. അതിനൊക്കെ ഇവിടെ ഹോസ്പിറ്റലുകളുണ്ട് ഔദ്യോഗികമായിട്ട്. അതിന് പ്രത്യേക ദിവസങ്ങൾ, തീയതികൾ റസൂൽ പറഞ്ഞിട്ടുമുണ്ട്. ആ തീയതികളിലും ആ സമയങ്ങളിലും ആകുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ എഫക്റ്റ്, യഥാർത്ഥ ഫലം ലഭിക്കുക. മനസ്സിലായില്ലേ? ഇത് പണ്ട് സലഫ് സാലിഹ്യങ്ങളിട്ട് പലരും ആ സുന്നത്ത് ഫിറ്റാക്കണമെന്ന ശൈലിയിൽ ചെയ്യാറുണ്ടായിരുന്നു. റസൂൽ ചെയ്തതല്ലേ നാമും ചിലപ്പോൾ ഈ മന്ദബുദ്ധി എന്താ പറയുക, ഈ കൂടുതൽ ഉറക്കുള്ള മനുഷ്യന്മാർ, ആൾക്കാരൊക്കെ മലയാളികൾ തന്നെ നമ്മൾക്ക് പരിചയമുണ്ട്. 3 ദിവസം ഒന്നായിട്ട് ഉറങ്ങലാണ്, 3 ദിവസം ഒന്നായിട്ട് ഉറങ്ങും. അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടാവും. അങ്ങനെയുള്ള ഉറക്കുള്ള മനുഷ്യന്മാർക്കൊക്കെ ഇവിടെ ഈ തലയുടെ ബാക്ക് സൈഡിൽ ഈ കൊമ്പ് വെപ്പിച്ചാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും? ചില അമിതമായ ഉറക്കിന് ലഘൂകരണം ലഭിക്കാൻ അത് സഹായകമായി മാറുമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതുപോലെ ധാരാളം പ്രത്യേകതയുണ്ട്. ഇതൊക്കെ സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നാം വിഷയത്തിലേക്ക് കടക്കാം. എവിടേക്കെത്തി നാം?
മദീനയിൽ ജീവിച്ചിരുന്നതായ ആ മഹാത്മാക്കളുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റണമെന്ന് ഇവിടെ വന്നവർക്കും വരാത്തവർക്കും സലഫസാലയങ്ങൾക്ക് നിർബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാൻ ചാൻസ് കിട്ടിയവരെ, നാം ഇവിടെ ജീവിച്ച അൻസാറുകളെ കുറിച്ച് പഠിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാവേണ്ടതില്ലേ? തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് നാം എന്ത് ചെയ്തത്? ഈ വിഷയം സെലക്ട് ചെയ്തത്. ആ അൻസാറുകൾ ഈ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ വലിയാപ്പന്മാർ താമസിച്ചതായ നാട് യമനായിരുന്നു. യമനിൽ താമസിച്ചതായിരുന്ന വേളയിൽ അവർ വരാനൊരു കാരണമുണ്ട്. എല്ലാറ്റിനും ഉണ്ടാകും. ആ വരാനുള്ള കാരണമാണ് ഖുർആൻ പറയുന്നത്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബ നാട്ടുകാർക്ക്, ഭരണകൂടത്തിന്, രാജാക്കന്മാർക്ക് അവരുടെ നാട്ടിൽ മസ്കനിൽ ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് തന്നെ വിശദീകരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിലത് ആദ്യമായിട്ട് പറയാണ്. ജന്നതാനി അൻ യമീനിൻ വശിമാൽ. അവരുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും പൂന്തോപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. യമൻ ഷാമ് പോലെ ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ കാണുന്നതാണ്. ഞാൻ യമന്റെ ബൗണ്ടറി വരെ എത്തിയ ആളാണ്. പലപ്പോഴും പോകാറുള്ള ആളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവിടെ നമ്മുടെ കേരളം പോലെയുള്ളതായ സ്വഭാവം. വാഴപ്പഴം കാണാം, അപ്രകാരം തന്നെ മറ്റു മാങ്ങ കാണാം. അതൊക്കെ അവിടെ എത്തിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ കൃഷിയിൽ പണ്ട് തന്നെ പേരെടുത്ത നാടാണ് എന്നതുകൊണ്ട് അങ്ങനെ കൃഷിയിൽ പ്രശസ്തരാവാനുള്ളതായ ചാൻസ്, നിഅമത്ത് റബ്ബ് അവർക്ക് നൽകിയെന്നതാണ് നാം കേട്ടത്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു പറയുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഭാഗമാണത്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനിൽ അദീമിൽ സൂറത്ത് സബയിൽ ജന്നതാനി അൻ യമീനിൻ വശിമാൽ. പിന്നെന്താ കൽപ്പന? ഓർഡർ, കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. നിങ്ങളുടെ നാഥന്റെ ഭക്ഷണത്തിൽ നിന്നിട്ട് നിങ്ങൾ വേണ്ടതുപോലെ തിന്നോളീൻ കൂട്ടരേ. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നല്ലൊരു നാട്, നല്ലൊരു നാഥൻ, നല്ലൊരു നാട്. എന്താ നാട്ടിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടായ പിന്നെ പറയേണ്ടതില്ലല്ലോ. അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ എത്രത്തോളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കൊട്ടയുമായി ഇങ്ങനെ നടന്നാ മതി. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് കൊട്ടയുമായി തലയിൽ വെച്ച് നടന്നാ മതി. ഇങ്ങനെ ആ കൊട്ടയുടെ അകത്ത് പഴവർഗ്ഗങ്ങൾ വീഴും, നിറയും, പെട്ടെന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറിച്ചെടുക്കേണ്ട ആവശ്യം വരെയില്ല. അത്രയും പക്വതയും പാകതയും ഉള്ളതായ പഴവർഗ്ഗങ്ങൾ കൃത്യമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു നിറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞതായ ആ തോട്ടങ്ങളുള്ള സ്ഥലമാക്കി അള്ളാഹു അവരുടെ നാട്ടിനെ മാറ്റി പറഞ്ഞവരോട് ബൽദത്തുൻ തയ്യിബ, നല്ലൊരു നാട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റബ്ബുൻ ഗഫൂർ, പാപമോചനം നൽകുന്ന നാഥൻ. ആ നാഥന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ മതി. ആ നാഥന് നിങ്ങൾ അവനെ മാത്രം ആരാധിച്ച്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവന് മാത്രം സ്നേഹം സമർപ്പിച്ച്, അവനെ മാത്രം ഇഷ്ടപ്പെട്ട്, അവനെ മാത്രം ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട്, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി നിങ്ങളുടെ മുമ്പിലുള്ള നബിമാർ പറയും പോലെ ഞാൻ പറഞ്ഞു, 1000 നബിമാർ അവരുടെയും അവരുടെ പരിസരത്തിലും അള്ളാഹു അയച്ചിരുന്നു എന്നാണ്. 1000, 1-2 നബിമാരല്ല. അക്കൂട്ടത്തിൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായ ഒരു നബിയുടെ പേരാണ് എന്ത്? ഹൂദ് അലൈഹിസ്സലാം. അതിന്റെ അർത്ഥം മറ്റു നബിമാരോടെ ഇല്ല. അള്ളാഹ് എന്നെ പറയാണ്, തിൽക റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്. ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് മിൻഹും മൻ ഖസസ്നാ മിൻഹും മൻ ഖസസ്നാ അലൈക്കും മിൻഹും മൻ ലം നഖ്സസ്. ചിലരുടെ ഹിസ്റ്ററി നാം പറഞ്ഞു, ചിലരുടെ ഹിസ്റ്ററി നാം പറഞ്ഞിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റുള്ള നബിമാരുടെ ഹിസ്റ്ററി പറഞ്ഞില്ല എന്നതുകൊണ്ട് നബിമാരില്ല എന്നല്ല, അതിന്റെ വിശദീകരണം നൽകാനാണല്ലോ ഇവിടെ ദൂതർ വന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഷോർട്ടായ വശങ്ങളുടെ വിശദാംശം നബിയിൽ നിന്നിട്ട് ലോകം കേട്ടു. അത് വിശ്വസിക്കണം, എന്നാലേ ഒറിജിനൽ മുസ്ലിം ആവുള്ളൂ. ഇല്ലെങ്കിൽ മുർത്തദ്ദാവും. ആര് മുർത്തദ്ദായതുപോലെ? 3 വക്തുകാർ മുർത്തദ്ദായതുപോലെ. അവർ റസൂൽ പറഞ്ഞ സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട് മുർത്തദ്ദായതുപോലെ. ആ അപകടത്തിൽ നാം പെടാൻ പാടുള്ളതല്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിൽ പെട്ടതാണ് 1,24,000 നബിമാർ ഇവിടെ വന്നിരുന്നു. അവരിൽ നിന്നിട്ട് 313 മുർസലുകളായിരുന്നു. ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് സഹീഹും ആണ്. യമനിലല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലും വന്നിട്ടുണ്ട് നബിമാർ. ജനങ്ങൾ എവിടെയുണ്ട് അവിടെയുണ്ട് നബിമാർ. ഖുർആൻ അങ്ങനെയാ സ്ഥാപിച്ചത്. ജനങ്ങൾ എവിടെയുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു നബിമാർ. പക്ഷെ എല്ലാവരുടെയും ഹിസ്റ്ററി അല്ലാഹു പറഞ്ഞിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, പിന്നെ അനുഗ്രഹം പറയാണ് അല്ലാഹു, وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة
ആയത്ത് പൂർത്തിയായിട്ടില്ല, ശിക്ഷയാണ് വരുന്നത്. ആ ശിക്ഷ ഞാൻ പറയുന്നത് അനുഗ്രഹങ്ങളുടെ പരിപൂർണതയെ കുറിച്ചതിന് ശേഷം മടങ്ങാം. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين وجعلنا بينهم وبين القرى التي باركنا فيها യമനികളുടെ പട്ടണങ്ങളുടെയും അതുപോലെ അള്ളാഹ് അനുഗ്രഹിച്ചതായ മറ്റു പട്ടണമാകുന്ന ഇബ്നു അബ്ബാസിന്റെ വിശദീകരണം അനുസരിച്ചിട്ട് ഖുദ്സ് അഥവാ നാം പറയുന്ന ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് അഥവാ ഫലസ്തീൻ, ഈ രണ്ട് പട്ടണത്തിന്റെയും ഇടയിൽ എവിടെ കിടക്കുന്നു അത് രണ്ടിനെ. അപ്പോൾ ഒരു സാമ്രാജ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള സൂചനയാണത്. ഒരു സാമ്രാജ്യമാണ്, കേട്ടില്ലേ? അപ്പോൾ ഇന്ന് നാം എത്ര രാഷ്ട്രങ്ങളെയാണ് അതിന്റെ ഇടയ്ക്ക് എണ്ണുന്നത്. അപ്പോൾ ഖുർആനിൽ ഖറിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പട്ടണം. ഖറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണം. ഖുർആന്റെ ഭാഷയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. അപ്പോൾ യമൻ പട്ടണങ്ങളുടെയും അള്ളാഹ് അനുഗ്രഹിച്ചതായ ഭൂമിയിലുള്ള പട്ടണങ്ങളുടെയും ഇടയിൽ ധാരാളം വേറെയും പട്ടണങ്ങളെ നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, എന്താ പിന്നെ വേണ്ടത്? ഒരു സാമ്രാജ്യത്തിൽ ധാരാളം പട്ടണങ്ങൾ, ഈ പട്ടണങ്ങളിലെല്ലാം വേണ്ടത് ലഭിക്കും. യാത്ര പോകുമ്പോൾ പേടിക്കേണ്ടതില്ല. യാത്ര പോകുമ്പോൾ ഇന്ന് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന വേളയിൽ നമുക്ക് പെട്രോൾ ആവശ്യം വരുന്ന വേളയിൽ പെട്രോൾ പമ്പും അതുപോലെ തന്നെ വിശ്രമസ്ഥലവും ലഭിക്കുന്നത് പോലെ അവർക്ക് വിശ്രമസ്ഥലം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടണത്തിലൂടെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത്. ഇത് അവരുടെ നാട്ടിലുള്ള അനുഗ്രഹത്തിന് പുറമെ, നാട് സമ്പന്ന രാഷ്ട്രമാക്കിയതിന് പുറമെ വേറെയുള്ള അനുഗ്രഹമാണ്. നാട്ടിൽ നിന്നിട്ട് അവർക്ക് നാട്ടിലിരിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമല്ല. കാരണം ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ അവരെന്നും പോകുന്നതായ നാടാണ് ഷാം. ആ ഷാമിലേക്ക് പോകാനുള്ള വഴിയിൽ അവർക്ക് ക്യാമ്പുകൾ സ്ഥാപിക്കാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവർക്ക് എന്താവശ്യമുണ്ട് അതെല്ലാം അവർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. പിന്നെന്ത് വേണം? ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നല്ലൊരു നാട്, നല്ലൊരു റബ്ബ്, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന റബ്ബ്. അപ്പോൾ പാപമോചനം നിങ്ങൾക്ക് വേണമോ? എന്ത് വേണം? നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം. അതാണ് അല്ലാഹു പറഞ്ഞത്, ഉശ്കുറൂല, റബ്ബിനെ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. ഇതിന്റെ വിശദീകരണത്തിൽ സലഫ് സാലിഹ്യങ്ങൾ പറയുന്നുണ്ട്. തഫ്സീർ പരിശോധിച്ചാൽ കാണാം, ഉശ്കുറൂല എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന നബിമാരുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹ്ക്ക് ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അനാചാരങ്ങളും ബിംബാരാധനകളും അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചകളും പൂജകളും അറവുകളും ഒഴിവാക്കിയും കൊണ്ട് അള്ളാഹിലേക്ക് അടുക്കലിലൂടെയാണ് ഈ ശുക്ർ അവർക്ക് അവിടെ സ്ഥാപിക്കാൻ സാധിക്കുക. അതായിരുന്നു അവരോട് ആവശ്യപ്പെട്ടതായ നേട്ടം. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ കുറവിലോ വീഴ്ചയിലോ പെട്ടതാണെന്ന് മനസ്സിലായിക്കോളീൻ. ഒരു വിഷയം തുടങ്ങിയാലൊന്നും പെട്ടെന്ന് പൂർത്തിയാവില്ല. ഒരു വിഷയം അയാൾ ഇന്നത് പറയുമല്ലോ, അത് കേൾക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ആരും വരും വേണ്ട. കാരണം ആ വിഷയത്തിൽ തന്നെ ഒതുങ്ങിയിട്ട് പെട്ടെന്ന് തീർക്കൂല ഞാൻ. എൻ്റെ സ്വഭാവം അതാണ്. നിങ്ങൾക്ക് ഈ 10-20 കൊല്ലം മുമ്പേ കേൾക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ കൊല്ലം കേട്ട് പരിചയമുള്ളതുപോലെ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം നമ്മുടെ ലക്ഷ്യം, എൻ്റെ ദഅവത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന, അള്ളാഹ് സ്വീകരിക്കട്ടെ, നിങ്ങൾ നിട്ടും എന്നിൽ നിട്ടുമൊക്കെ ലക്ഷ്യം തന്നെ ജനങ്ങൾക്ക് അള്ളാഹിലേക്ക് ജനങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി വിശ്വാസവും തൗഹീദും അപ്രകാരം തഖ്വയും ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. എന്നാൽ അത് കഥ കേൾക്കലോ കഥ പറയലോ കഥ കേട്ട് രസിക്കലോ ലക്ഷ്യമല്ല. അത് ഖുർആന്റെ ലക്ഷ്യമല്ല. അതുകൊണ്ട് ഖുർആൻ 3 ഭാഗം കഥ പറഞ്ഞു, 3 ഭാഗം തൗഹീദ് പറഞ്ഞു, 3 ഭാഗം വിധി വിലക്കുകൾ പറഞ്ഞു. ഇത് ഖുർആന്റെ സ്വഭാവമാണ്, നമുക്ക് മനംപാഠമുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് മാത്രം പറയുന്ന സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഖുർആന്റെ 3 ഭാഗമാണ് അത് എന്ന് പറഞ്ഞു. അതേതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദ് മാത്രം അഥവാ ഖുർആന്റെ 3 ഭാഗം പറയുന്ന തത്വങ്ങൾ അതിലുണ്ട് എന്ന അർത്ഥത്തിലേക്കാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ, അല്ലാഹു അനുഗ്രഹിച്ച, അല്ലാഹു പറഞ്ഞു നാം അനുഗ്രഹിച്ചതായ ഭൂമിയുടെ ഇടയിൽ. അതേതാണ് നാം പറഞ്ഞു അനുഗ്രഹിച്ച ഭൂമി? ഫലസ്തീൻ, ഖുദ്സ്. എന്തുകൊണ്ട് അനുഗ്രഹിച്ചു അവിടെ?
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിങ്ങൾ സൂറത്തുൽ ഇസ്രായിലേക്ക് മടങ്ങുക, നിങ്ങൾക്ക് തന്നെ വിശദമായി കാണണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പരിഭാഷകളിലൂടെ സൂറത്തുൽ ഇസ്രായിലേക്ക് മടങ്ങിയാൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അതിന്റെ പരിസരം നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹം എന്ന പദത്തിന്റെ വിശദാംശത്തിൽ ഏത് തഫ്സീർ പരിശോധിച്ചാൽ മുഴുവൻ നമ്മുടെ മുമ്പിൽ ആധികാരിക തഫ്സീറുകളായിട്ട് നാം ഗണിക്കുന്ന 100ഓളം തഫ്സീറുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം കാണുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃഷിയിലൂടെ പഴവർഗ്ഗങ്ങളിലൂടെ അല്ലാഹു ആ നാടിനെ അനുഗ്രഹിച്ചു എന്നതാണ് അർത്ഥം എന്ന്. സുയൂത്തിയുടെ തഫ്സീർ കേരളത്തിൽ പെട്ടെന്ന് കേരളക്കാർക്ക് മനസ്സിലാകുന്നത് ജലാലൈനിയാണ്. ജലാലൈനിയിൽ കാണാം അവിടെ അവർക്ക് സമ്പന്നത നൽകിയത് എന്തിലൂടെയാണ്? അവർക്ക് സിറാ നൽകിയതിലൂടെയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഈ അനുഗ്രഹം അള്ളാഹു ആ ഭൂമിയിൽ നൽകിയത് കൊണ്ടാണ് ഇത്ര കാലം ഒരു കല്ലെറിഞ്ഞിട്ടും നാടില്ലാതെയായിട്ടും പട്ടിണി കിടന്നിട്ടൊരു ഫലസ്തീന് മരിക്കൂല. അവരുടെ നാട് ആ കല്ലെറിയുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ? ഏത് ഭാഗം നോക്കിയാലും പച്ച പിടിച്ച നാട്, ഏത് ഭാഗം നോക്കിയാലും അവർക്ക് ജീവിക്കാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉള്ളതോടു കൂടിയാണ് തട്ടിനു മുട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇസ്രായേലികൾ ചോദിക്കാറുണ്ടായിരുന്നത്. എന്താണ്? എന്നൊക്കെ നല്ല നല്ല അതിനേക്കാളും നല്ലതൊക്കെ അവിടെ ഉണ്ടായിട്ട് ഉള്ളിക്ക് ചോദിക്കുക. ഉള്ളി തരൂ. എന്താണ് ബസലും ഖിസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂമ്, വെള്ളുള്ളി അല്ലേ? അങ്ങനെ ജനങ്ങൾ നിത്യോപയോഗത്തിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും ചിലപ്പോൾ. അതിനേക്കാളും നല്ല മണ്ണും സെൽവയും അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് താനും. അതൊക്കെ നല്ല നല്ല ഉയർന്ന സ്റ്റേഡിൽ എത്തിയതായ കോടീശ്വരന്മാരൊക്കെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ചോദിക്കുന്നത് എന്തെങ്കിലുമാണ്. അതവരുടെ ദുഷിച്ച ചിന്താഗതിയിൽ നിന്നിട്ട് ഉടലെടുത്തതായിരുന്നു. ഇസ്രായേലികളുടെ സ്വഭാവമാണത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ അനുഗ്രഹിച്ച അനുഗ്രഹത്തിനെ കുറിച്ച് ഖേദകരമെന്ന് പറയട്ടെ, ഏതൊരു കേസറ്റിൽ കേൾക്കാൻ സാധിച്ചു, കേസറ്റിന്റെ ഉടമ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിനെ ഹിദായത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് വിഷയം? പറയുകയാണ് അവിടെ ബാറക്നാ ഹൗല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിസരത്തിലുള്ള ഖബറുകൾ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അവിടെ കുറെ ഖബറുകളുണ്ട്. അതുകൊണ്ട് അവിടെ ഖബറിലേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൂതരെ തരം താഴ്ത്തലാണ്. അള്ളാഹിന്റെ ദൂതരെ തരം താഴ്ത്തലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ ജീവിപ്പിച്ചിട്ട് ഖബറിലല്ല, ജീവിപ്പിച്ചിട്ട് റസൂലുമായി മീറ്റാക്കി കൊടുത്തതാണ്. പിന്നെ സന്ദർശിക്കാൻ പോവാ. അപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് അള്ളാഹ് ഒന്ന് പറയാ, വളരെ ഉയർന്ന രൂപത്തിൽ പറയാ, നാം റസൂലിനെ പിടിച്ച് തരം താഴ്ത്തലായിരിക്കും അതിലൂടെ വരിക. പക്ഷേ അങ്ങനെ അർത്ഥം വെച്ച വിഭാഗം അങ്ങനെ അർത്ഥം വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഖബറിന് വേണ്ടിയുള്ളതായ നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ ആ സീഡികൾ ഇറക്കലും ഓഡിയോ ഇറക്കലും അതിനുള്ള ജനങ്ങളെ അതിനു വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാക്കി പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇസ്ലാമിക ചിന്താഗതിയാണ്. ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചതാണ്. അത് സുന്നത്താണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം, സഹബാക്കൾ ചെയ്തതുപോലെ ആയിരിക്കണം, താബിഈങ്ങൾ കിതാബിൽ എഴുതി പോയതുപോലെ ആയിരിക്കണം, ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. നമ്മുടെ ഇഷ്ടാനുസരണം സന്തല് പോക്കും ആനപ്പോക്കും ഉത്സവങ്ങളും ഉറൂസുകളും നേർച്ചകളും പൂരങ്ങളും അത് കേരളത്തിൽ തന്നെ വന്നത് 80 കൊല്ലം മുമ്പാണ് എന്ന് സമസ്തക്കാർ പറയുന്നുണ്ട്. സമസ്ത പണ്ഡിതന്മാരാണ് എൻ്റെ ഉസ്താദന്മാർ. അവരിൽ നിന്നിട്ടാണ് ഞാനിത് പഠിച്ചത്. ഇപ്പോഴും അവർ പഠിപ്പിച്ചതും അവർ ഉപയോഗിച്ചതുമായ പുസ്തകങ്ങൾ എൻ്റെ കൂടെയുണ്ട്. 70-80 കൊല്ലം മുമ്പാണ് നമ്മുടെ നാട്ടിൽ ഉറൂസ് എന്ന സാധനം തന്നെ വന്നത്. അതുവരെ കേരളത്തിൽ തന്നെ ഇല്ല. ഉണ്ടാകുമെങ്കിലും ഉണ്ടാവേണ്ടത് കേരളക്കാർക്ക് ഒരു 4 നൂറ്റാണ്ട് മുമ്പ് ഏകദേശം ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി കുറച്ചു ഷാഫി മദ്ഹബിൽ ഗ്രന്ഥങ്ങൾ രചിച്ചതായ പണ്ഡിതന്മാരിൽപ്പെട്ട ആളായിരുന്നു ആര്? പൊന്നാണി മഖ്ദൂമിങ്ങൾ. ആ പൊന്നാണി മഖ്ദൂമിങ്ങൾ മരിച്ചിട്ട് ഏകദേശം 400-350 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ 7-8 വർഷം മുമ്പ് വരേക്കും അവിടെ ഒരു ഉറൂസോ പൂരമോ നേർച്ചയോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്താണ് അവിടെ ആരംഭിക്കുന്നത്. അനാചാരം വ്യാപകമായി ജീവിതം മുഴുവൻ അനാചാരമാക്കി മാറ്റാൻ തീരുമാനിച്ചതായ സമൂഹം പ്രകടമായപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആനിന്റെ
വിശദീകരണം നാം നൽകുമ്പോൾ മുഫസ്സിറുകൾ ആരും തന്നെ പറയാത്തതായ അർത്ഥം വെച്ചുകൊണ്ട് ഖുർആനിന്റെ മാനയെ ചേഞ്ച് ചെയ്യാനോ നമ്മുടെ ഇഷ്ടാനുസരണം അള്ളാഹുവിന്റെ കലാമിനെ തഅ്വീൽ ചെയ്യാനോ പാടില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. സിയാറത്ത് വേണ്ട എന്നല്ല പറഞ്ഞത്. സിയാറത്ത് പറയാൻ, സിയാറത്തിനെ കുറിച്ച് റസൂൽ പറഞ്ഞ ഹദീസ് ഓതിക്കൂടെ? എന്തിനാണ് ആയത്തിൽ അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥം വെക്കാൻ നിൽക്കുന്നത്? മുഫസ്സിറുകൾ പറയാത്ത അർത്ഥം. അതെ, ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, റാസിയിൽ ഖീലയില്ലേ, ഖുർത്തുബിയിൽ ഖീലിയും ഖാലയില്ലേ, അതൊക്കെ കണ്ടാളായി പറയുന്നത്. ഖീലിയും ഖാലയല്ല നമുക്ക് ആവശ്യം. ആധികാരികമായിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ സഹബാക്കൾ എന്ത് പറഞ്ഞു, ഇമാമുകൾ എന്ത് പറഞ്ഞു, അതാണ്. ഖീലിയും ഖാലയും നമുക്ക് ആവശ്യമില്ല. ഖീല എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ഉപ്പയില്ലാത്ത മക്കൾ. ഉപ്പയില്ലാത്ത മക്കളെന്ന് ഒരാളെ കുറിച്ച്, അയാൾ ആരാന്നറിയില്ല, അയാളെ വാപ്പാനെ കുറിച്ച് പരിചയമില്ല, അതാണ് ഖീല, പറയപ്പെട്ടു. എന്താ ഖീലന്റെ അർത്ഥം? പറയപ്പെട്ടു. ആരാണ് പറഞ്ഞത്? അള്ളാഹു ആർക്കും അറിയില്ല. മങ്കൂസിലുള്ളത് പോലെ ആമിന പറയപ്പെട്ടു. ആമിന അങ്ങനെയാണ്. ആരാടാ പറഞ്ഞത്? ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൽ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പ ചോദിക്കും, ആരോടോ കേട്ടത്? ഇന്ന സഹാബി കേട്ടു. അവരിൽ നിന്ന് ആര് കേട്ടു? ഇന്ന സഹാബി കേട്ടു ഒരു പക്ഷേ, അല്ലെങ്കിൽ ആര് കേട്ടു? അല്ലെങ്കിൽ താബിഈ കേട്ടു. താബിയിൽ നിന്നിട്ട് ആര് കേട്ടു? താബിഈ കേട്ടു. അവരിൽ നിന്നിട്ട് ആര് കേട്ടു? അവരിൽ നിന്നിട്ട് ഗ്രന്ഥം എഴുതിയതായ ഇമാം മാലിക് ഇബ്നു അനസ് കേട്ടു, അല്ലെങ്കിൽ ഗ്രന്ഥം എഴുതിയതായ സുഹൂരി കേട്ടു, അല്ലെങ്കിൽ ഗ്രന്ഥം എഴുതിയതായ ഇമാമുകൾ കേട്ടു. അതോടുകൂടി കാര്യം ക്ലിയറായി. അതല്ലാതെ റൂയയും ഖീലയും പറഞ്ഞാലൊന്നും ഇസ്ലാമിൽ നടക്കൂല. അതംഗീകരിക്കുന്നതായ കൊള്ളരുതാത്ത മതമല്ല ഈ മതം. ലൗലൽ ഇസ്നാദ് ലഖാല മൻ ശാഅ മാ ശാഅ നമ്മുടെ ഇമാമുകളുടെ വചനങ്ങളാണ്. എന്താണ് ഇസ്നാദി എന്ന പ്രത്യേകത ഈ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ തോന്നിയവൻ തോന്നിയത് പറഞ്ഞിരുന്നേനെ. പക്ഷേ തോന്നിയവന് തോന്നിയത് പറയാനുള്ള പഴുത് ഖുർആനോ സുന്നത്തോ നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? അത്രയും ആധികാരികത അത് ക്രിസ്ത്യാനികൾക്കില്ല, അത് ജൂതന്മാർക്കില്ല. ധൈര്യസമേതം മൂസ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയാൻ ലോക ജൂതന്മാർക്ക് സാധിക്കുകയില്ല. ധൈര്യസമേതം ഈസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് ഉദ്ധരിക്കാൻ ലോക ക്രിസ്ത്യാനികൾക്ക് സാധിക്കുകയില്ല. ധൈര്യസമേതം ദൂതർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 15,000-ഓളം സഹിഹായ ഹദീസ് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 120,250-ഓളം മെല്ലിൽ മുസ്ലിങ്ങൾക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ പ്രത്യേകത. എന്തുകൊണ്ട്? നമുക്ക് ഇസ്നാദുണ്ട്, അവർക്ക് ഇസ്നാദില്ല. നമുക്ക് ഇസ്നാദുണ്ട്, ശൃംഖലയുണ്ട്. ആരിൽ നിന്നിട്ട് കേട്ടു, അതിൽ ക്ലിയർ ആയത് ഏത്, ക്ലിയർ അല്ലാത്തത് ഏത്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകതയാണ്, നമ്മുടെ മതത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ബാറക്കന എന്ന പദം കേൾക്കുമ്പോൾ നാം പഠിക്കേണ്ട പാഠമാണ് എന്ത്? അതിന് കരിഞ്ചന്ത എന്ന് വേണമെങ്കിൽ പറയാം, അർത്ഥം വെച്ചിട്ടുണ്ട്. ഏതുപോലെ മദീനത്ത് ഇപ്പോൾ റസൂലുള്ളാഹിന്റെ പള്ളിയുടെ പരിസരത്തിലേക്ക് ചരിത്രം പഠിക്കണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് മദീനത്തെ പള്ളി കാണാനും മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാനും റസൂലുള്ളാഹിക്ക് സലാം പറയാനൊക്കെ ഹാജിമാരിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ബാധ്യതയാണ് അവർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഉള്ള രൂപം എന്താണ്? അത് പൊക്കപ്പെട്ടിട്ടില്ല, അതിപ്പോഴും മണലിലാണ്, അതിന്റെ പരിസരത്തിലാണ് വൻ മതിലുള്ളത്. ആ വൻ മതിലിന്റെ പൊക്കം മീതെ പച്ചക്കുബയുടെ തുടക്കം വരെ കൊണ്ട് ആ വൻമതിലിന്റെ മീതെ ഇട്ട കില്ലയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണുക. അഥവാ വിരിയാൻ. എന്നാൽ അത് ഖബർ 1000-ൽ പരം വർഷങ്ങളായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം പാച്ചയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ലോകത്ത് കൂസേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. ഇത് 5-5 10 10:15 9:45 അവിടെ ജോലി ചെയ്ത ആളാണ് ഈ പറയുന്നത്. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 30ഓളം വർഷങ്ങളായി. മദീനത്തെ പള്ളിയിൽ തന്നെ ഏകദേശം 10ഓളം വർഷങ്ങൾ ഹാജിമാർ ക്ലാസ് എടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ആരും തന്നെ എതിർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കരിഞ്ചന്ത വിചാരണം ചെയ്യുന്നവർക്ക് എന്തും പറയാം. അതിന് മരുന്നില്ല. ഏത്? അതിന് മരുന്നില്ല. എല്ലാ രോഗത്തിനും ഞാൻ മരുന്ന് കണ്ടിട്ടുണ്ട്. വിഡ്ഢിത്തമെന്ന അഥവാ അറിവില്ലായ്മ എന്ന രോഗത്തിന് ഒരു മരുന്നും എന്റെ മുമ്പിലില്ല. ആ രോഗം മാറ്റാൻ പഠിക്കലേ നിർവാഹമുള്ളൂ എന്ന് കവി പാടിയിരുന്നു. ഏത്? അറിവില്ല എന്ന രോഗമുണ്ടല്ലോ, അത് മാറാൻ പഠിക്കണം, പഠിച്ചാലേ തീരുള്ളൂ. പിന്നെ അറിവുണ്ടായിട്ട് അറിവില്ലാത്ത ആളായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലോ അതിന് അവിടെ കിട്ടും. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റൂല, മുഅ്മിനായി മരിക്കാൻ പറ്റൂല. അറിഞ്ഞിട്ട് അറിയാത്ത ആളായി അഭിനയിച്ച് ജനങ്ങൾ വഴിവെപ്പിക്കുന്ന ആളുണ്ടല്ലോ, അള്ളാഹ് ഖുർആനിൽ ശപിച്ചു സൂറത്തുൽ ബഖറയിലൂടെ. എന്താണ് ആ ശാപം? ഇന്നല്ലദീന
يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. അള്ളാഹ് നിങ്ങളുടെ മുമ്പിൽ ഇറക്കിയതായ ദൃഷ്ടാന്തം സത്യം സത്യമാണെന്ന് അറിഞ്ഞ ശേഷം അതിനെ മറച്ചു വെക്കുന്ന വിഭാഗം അവരെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ശപിക്കുന്നവരെല്ലാം അവരെ ശപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ബറക്കത്ത് എവിടുന്ന കിട്ടുക? ബറക്കത്ത് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ അനുഗ്രഹം. അള്ളയാണ് അതിന്റെ ഉടമ. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ അള്ളാഹ്ക്ക് താഅത്ത് ഉയരണം, അള്ളാഹ്ക്ക് ഇബാദത്ത് ഉയരണം, അള്ളാഹ് റസൂലിന്റെ അനുസരണം ഉയരണം. അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ അനുസരണം ഉണ്ടെങ്കിൽ ആ ഇബാദത്തിൽ, ആ കാര്യത്തിൽ അതിൽ ബർക്കത്തുണ്ട്. അപ്പോൾ ഹജർ അസ്വദ് ചുംബിച്ചാൽ അതിൽ പുണ്യമുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ദൂതർ അത് ചുംബിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ ദൂതർ ചുംബിച്ചത് കൊണ്ട് ഞാനും ചുംബിക്കുന്നു. അപ്പോൾ അതിലെന്ത് കിട്ടി? പുണ്യം കിട്ടി. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പുണ്യാണല്ലോ. അപ്പോൾ പുണ്യം എവിടുന്ന കിട്ടുക? അനുവദിച്ച ശൈലിയിൽ നിന്നിട്ടാണ്. അനുവദിക്കാത്ത ശൈലിയിൽ പുണ്യമില്ല എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ബാറക്ന ഹൗല എന്ന പദം വിട്ട് കടക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അമ്പ്യാക്കന്മാരെ അവഗണിച്ചതല്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങോട്ട് കൊണ്ടുപോയത് അമ്പ്യാക്കന്മാരുടെ നാട്ടിലേക്ക് അമ്പ്യാക്കന്മാർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് അവരെ കൊണ്ട് നിസ്കരിപ്പിച്ചു എന്ന് നാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മടക്കത്തിലാണോ പോകുമ്പോഴാണോ എന്ന കാര്യം ചർച്ച ചെയ്ത വാർത്ത ഇസ്രാഉം മിഅ്റാജും പറഞ്ഞ വേളയിൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അറിയൽ അനിവാര്യമാണ്. നബിമാരെ നേരിട്ട് കാണുന്ന, അള്ളാഹ് കാണിച്ചു കൊടുക്കുന്ന രംഗമുണ്ടാകുമ്പോൾ പിന്നെ സിയാറത്തിന് പ്രശ്നത്തോട് ഉടലെടുക്കുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹ് ഉയർത്തിയ സ്റ്റാൻഡേർഡിൽ നിന്നിട്ട് തരം താഴ്ത്തലാണ് എന്നത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞു വന്നത്. നബിമാരവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. മഹാത്മാക്കളാകുന്ന നബിമാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ചോദ്യം, അള്ളാഹിന്റെ ദൂതർക്ക് അതൊക്കെ പരിചയമുണ്ടായിട്ട് ഏതെങ്കിലും നബിയുടെ ഖബറിനെ റസൂല് മരണത്തിന് മുമ്പായിട്ട് പരിചയപ്പെടുത്തി തന്നു? റസൂൽ പറഞ്ഞൊരു ശൈലി ബുഖാരിയിലുണ്ട്. എന്ത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഔക്കമാഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ശൈലി കൃത്യമായ പദം എൻ്റെ ഓർമ്മയിലില്ല. ഫലസ്തീനിലാണെങ്കിൽ ചുവന്ന പർവ്വതത്തിന്റെ താഴ്വരയിൽ ഇന്ന ഭാഗത്താണ് മൂസയെ ഖബറടക്കപ്പെട്ടത് അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ. ഞാൻ കാണിച്ചു തന്നിരുന്നേനെ എന്ന് റസൂൽ പറഞ്ഞൊരു ശൈലിയുണ്ട്. റസൂലിന് അള്ളാഹു അറിയിച്ചതനുസരിച്ചിട്ട് അറിയാൻ സാധിക്കുന്ന ഖബറുകളൊക്കെ ഉണ്ടായിട്ട് പോലും അത് ചെയ്തിട്ടില്ല. കാരണം നാം ഖബർ വിതരണ പദ്ധതിക്ക് വേണ്ടി വന്നവരല്ല. നമ്മുടെ ഡ്യൂട്ടി അതല്ല. ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ചവരുടെ ഖബറിലേക്ക് ചെല്ലണം, അവർക്ക് സലാം പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് സുന്നത്താണ്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ ഇസ്ലാം അനുവദിച്ച ഭാഗങ്ങൾ ചെയ്യണം. എന്നല്ലാതെ ജീവിതം മുഴുവനും അതന്നെ. അതിനുവേണ്ടി ഒരുമിച്ചുകൂടുക, അതിനുവേണ്ടി പതാക പൊക്കൽ, അതിനുവേണ്ടി പിരിവുണ്ടാക്കൽ, അതിനുവേണ്ടി പെട്ടിയുണ്ടാക്കൽ, അതിനുവേണ്ടി പോക്കുണ്ടാക്കൽ, അതിനുവേണ്ടി കമ്മിറ്റി ഉണ്ടാക്കൽ. ആ കമ്മിറ്റിയിൽ അമുസ്ലിങ്ങൾ ഉണ്ടായാലും വിരോധമില്ല, കാശ് പിരിയണം, അതേ പ്രശ്നമുള്ളൂ. എന്തിനാണ് അമുസ്ലിങ്ങൾ ഉണ്ടാവേണ്ടത്? അമുസ്ലിങ്ങളുടെ പിരിവ് കിട്ടട്ടെ, ഏത് അമുസ്ലിങ്ങളുടെ വരുമാനം കിട്ടട്ടെ. അതുകൊണ്ടാണ് അബ്ദുൽ കരീം സാഹിബ് എന്റെ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിന്റെ പരിപൂർണതക്ക് പറയാം. അതേതാണ്? അയ്യപ്പന്റെ കുന്നിന്റെ താഴെയുള്ള ബിഗ് ജുമാ മസ്ജിദിൽ ഇമാമത്തായ മനുഷ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഏതൊരു ക്ലാസ്സിൽ. കേട്ടിട്ടില്ലേ? കേട്ടോളി. ആരാണ് ഈ അബ്ദുൽ കരീം സാഹിബ്? നിങ്ങൾ എന്നിട്ട് ചില ആൾക്കാർ എന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതാണ് ഹജ്ജിന് വന്നപ്പോൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 40 കൊല്ലത്തോളമായി ഇമാമത്ത് നിൽക്കുന്നത് എവിടെ? ആ പള്ളിയിൽ, അയ്യപ്പന്റെ കുന്നിന്റെ മീതെ കയറുമ്പോഴുള്ള താഴെയുള്ള പള്ളിയിൽ. മനസ്സിലായില്ലേ? ബാബർവള്ളിയ ഏത് പള്ളി ഏതാവട്ടെ, ആ നാട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അറിയാം. ചുരുക്കത്തിൽ അദ്ദേഹത്തിനോട് ഞാൻ അവിടെയുള്ള അനാചാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നതിന് പുറമെ ഞാൻ കുറെയൊക്കെ ഈ അനാചാരത്തിന് മുമ്പിൽ പണ്ഡിതന്മാരെ സമീപിക്കേണ്ടതായ സമീപനം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. എത്രത്തോളം അയാൾ പറഞ്ഞു, എന്നെ പൊക്കൊന്നുമല്ല, അങ്ങനെ എത്രയോ കേരളത്തിൽ നിന്ന് വന്ന എന്നെ കണ്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിലുള്ള മഹാനേട്ടമായി മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് ഉള്ള ചാൻസ് കിട്ടി എന്നതൊക്കെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയുകയുണ്ടായി, എന്ത്? ഞാൻ പലപ്പോഴും മൗലവി മീത പോകുന്നതായ ആൾക്കാരെ തടയാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. ഒരു തമിഴൻ അവിടെ മീതെ കയറിയതായ സംഭവമൊക്കെ കൂട്ടത്തിൽ. എന്താണ് തമിഴന്റെ ഉദ്ദേശം? ആ തമിഴൻ ഒരു മുസ്ലിം തമിഴനാണ് പോലോ. അദ്ദേഹത്തിന് മക്കളെ കിട്ടിയില്ല, സന്താനം കിട്ടിയില്ല എന്ന്. സന്താനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം അവിടെയുള്ള ആൾക്കാരോടൊക്കെ പ്രാർത്ഥിച്ച് അവസാനം പ്രാർത്ഥനയ്ക്കൊരു പ്രയോജനവുമില്ല എന്ന് കണ്ടപ്പോൾ ആരോ പറഞ്ഞോലോ, ഹിന്ദുക്കളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, അവിടേക്ക് നിങ്ങൾ നേർച്ചയാക്കിയാൽ സന്താനം കിട്ടും. അങ്ങനെ മൂപ്പർക്ക് അള്ളാഹ് തീരുമാനിച്ച ടൈമായപ്പോൾ സന്താനം കിട്ടി. സന്താനം മൂപ്പർക്ക് കിട്ടിയ
വേളയിൽ അദ്ദേഹം മനസ്സിലാക്കിയ അവിടെ അയ്യപ്പന് നേർച്ചയാക്കിയത് ആക്കിയത് കൊണ്ട് കിട്ടിയതാണ്. അള്ളാഹു ചിലപ്പോൾ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ കാട്ടും. പരിശോധിക്കാൻ വേണ്ടി അന്നങ്ങനെ കാട്ടും. കണ്ടില്ലേ, അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചിരുന്നു ഇല്ലേ? മൊയിൻകുട്ടി വൈദ്യരുടെ പാഠക്കങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് അബൂജഹൽ ഹില്ല പിടിച്ച് പ്രാർത്ഥിച്ചു പോലും. എപ്പോൾ? ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്. എന്താ പ്രാർത്ഥിച്ചത്? ഈ രണ്ട് സമൂഹത്തിൽ നിന്നിട്ട്, ഇപ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്ന സമൂഹത്തിൽ നിന്നിട്ട് ഹക്കന്റെ ഉടമാരാണ്, അവരെ നീ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആ പ്രാർത്ഥനക്ക് ഫലം കിട്ടിയില്ലേ? അബൂജഹലിന്റെ പ്രാർത്ഥനയാണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ അവിടെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ കുന്നിൽ കയറാൻ വേണ്ടി മാപ്പിളെ പറയുന്ന മുസ്ലിം അവന്റെ വിശ്വാസത്തെ, ഈമാനെ അടിയറ വെക്കുകയാണ്. എന്തിനു വേണ്ടി? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. സുബ്ഹാനല്ലാഹ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏതായാലും അമുസ്ലിങ്ങളുടെ വരുമാനമെങ്കിലും വേണ്ടാന്ന് വെച്ചുകൂടെ? അമുസ്ലിങ്ങളുടെ വരുമാനം, ഷിർക്ക് ചെയ്യുന്നവരുടെ ഷിർക്കിലൂടെയുള്ള വരുമാനം, താഴെ ഒരു തവാഫിന്റെ ആകൃതിയൊക്കെ നിങ്ങൾ അവിടെ താഴെ ഉണ്ടാക്കി വെച്ചു എന്ന് നിങ്ങളുടെ നാട്ടുകാരെന്നെ പറഞ്ഞു. ഒരു കൂട്ടത്തിൽ അദ്ദേഹത്തിന് നാട്ടുകാരുണ്ടായിരുന്നു, ഈ ഷെറട്ടോൺ ഇന്നത്തെ മെറിഡിയനിൽ വർക്ക് ചെയ്യുന്നതായ നമ്മുടെ ക്ലാസ് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇങ്ങനെയും കൂടി ഉണ്ട്. ഏത് മീത്ത പോകുന്നവർ താഴെ ഒരു കറക്കം കറങ്ങണം, ഈ താഴെയുള്ള കറക്കം കൂടി നിർത്തിക്കൂടെ? അപ്പോൾ ഈ താഴെയുള്ള കറക്കത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ റബ്ബ് നിങ്ങളോട് ചോദിക്കൂലേ മൗലവീൻ? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ കോപം കുറയാൻ സാധ്യതയുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? നൂറുകണക്കിന് ഈ ഖബറിന്റെ പരിസരത്തിൽ ജീവിക്കുന്നതായ മുസ്ലിം കുടുംബത്തിന്റെ ജീവിതം ഈ വരുമാനത്തിലൂടെയാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഷിർക്കാണെങ്കിൽ ഷിർക്ക്, ഷിർക്കിലൂടെ വരുമാനമാണെങ്കിൽ അങ്ങനെ, അനാചാരമാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാലും വിരോധമില്ല. നേട്ടം നേടണം, സമ്പാദിക്കണം. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. ആരുടെയെങ്കിലും ആരുടെയെങ്കിലും മാംസം വളർന്നത് ഹറാമായ സമ്പത്തിലൂടെയാണെങ്കിൽ ആ സമ്പത്തിന്റെ ഉടമ, അത് കഴിച്ച സമ്പത്തിന്റെ ഉടമ നരകത്തിൽ പോകൽ നിർബന്ധമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹറാം, ഇത് ഹറാമാ, ഇത് ശിർക്കാ പറയുന്നത്. ഏത്? അമ്പലത്തിന്റെ വരുമാനം മുസ്ലിങ്ങളെ കൊണ്ട് തീറ്റിക്കാം. ഷിർക്ക് ചെയ്ത വരുമാനം, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച വരുമാനം, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയ വരുമാനം, അള്ളാഹു അല്ലാത്തവർക്ക് അർത്ഥ വരുമാനം. റസൂൽ പറയുന്നു, മൽഊനുൻ മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് അറത്തവർ അള്ളാഹ് ശപിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന കേരളീയർ ഇങ്ങനെയുള്ളതായ ക്ലാസ് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് പുരോഗതിയുണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിലൂടെ, നമ്മുടെ ഒരുമിച്ച് കൂടലിലൂടെ. റസൂലുള്ളാഹിന്റെ നാട്ടിൽ റസൂലിയുടെ സഹാബാക്കളോടൊപ്പം ബദറിൽ പോയി, ഉഹദിൽ പോയി കഴുത്തും കരളും അങ്ങോട്ട് മുറിച്ച് വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹ് പറഞ്ഞതിൽ തൗഹീദ് പുലരണം, ശിർക്ക് നാം അവശേഷപ്പെടണം എന്നതായിരുന്നു അവരുടെ പോരാട്ടത്തിന്റെ പിന്നിലെ ലക്ഷ്യം എന്നതാണ് ഖുർആൻ സ്ഥിരീകരിച്ചു പോയത്. അതേ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണമല്ലോ നാം ജീവിക്കേണ്ടത്. നമുക്കും അവരോട് കൂടി സ്വർഗത്തിൽ പോകണമെങ്കിലും, നമുക്കും അവരുടെ ശഫാഅത്ത് കിട്ടാനുള്ള ചാൻസ് അള്ളാഹു നൽകണമെങ്കിലും എന്നതോർക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത്. അതെ, സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹ് എണ്ണിപ്പറയുന്നു, എടുത്തു പറയുന്നു. എന്തിനാണ്? നമ്മെ നന്മയിലേക്ക് തെളിക്കാൻ വേണ്ടി. വഖദ്ദർനാ ഫീഹാ السير سيروا فيها ليالي وأياما آمنين وقدرنا فيها السير. ഷാം മുതൽ യമൻ വരേക്കും നാം അവർക്ക് നടന്നു പോകാനുള്ളതായ, യാത്ര ചെയ്യാനുള്ള, കുതിരയുടെ മീതെയോ ഒട്ടകത്തിന്റെ മീതെയോ സുരക്ഷിതരായി യാത്ര ചെയ്യാൻ. സുരക്ഷിതരായി എന്ന പദം മാത്രം അങ്ങോട്ട് മുമ്പിൽ വെച്ച എത്ര ടൈം, എത്ര മണിക്കൂർ സംസാരിക്കാം. സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാൻ അല്ലേ? നമുക്കൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തേളിനെ പേടി, പാമ്പിനെ പേടി, അങ്ങനെയുള്ള സ്ഥലത്താണ് ഉറങ്ങുന്നതെങ്കിൽ അല്ലേ? നാം പലപ്പോഴും, നിങ്ങളെക്കുറിച്ചല്ല, പലരും രാത്രി ചെല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും ഓർമ്മയുള്ളത് അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് മനപ്പാടമില്ലാത്ത ആൾക്കാർ കുറവാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ മനപ്പാടമാക്കി വെക്കും. അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടോ ദിക്ർ ചൊല്ലി കൂലി കിട്ടണമെന്ന പൂതി കൊണ്ടോ അതൊന്നും അല്ല. പിന്നെയോ തേള് കടിച്ചു പോകരുത്, പിശാചിന്റെ ശല്യം തട്ടിപ്പോകരുത്. ഇതൊക്കെയാണ് ലക്ഷ്യം. ഭൗതിക നേട്ടം മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആമിനീൻ,
സുരക്ഷിതത്വം. ബോംബ് വീഴൂല, ശത്രുക്കൾ വരൂല, കള്ളൻ വരൂല, ഒരു അഭയമില്ല. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി വമഅഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, ഒരാൾ രാവിലെയാകുമ്പോൾ അവന്റെ വീട്ടിൽ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാവുകയാണെങ്കിൽ, ശത്രുവിന് ഭയമില്ല, പണ്ട് പ്രാണികളെ ഭയമില്ല, അതുപോലെ തന്നെ നാൽക്കാലി മൃഗങ്ങളെ ഭയമില്ല, കണ്ടാ മൃഗങ്ങളെ ഭയമില്ല, ആരെയും ഭയമില്ല, ഭയമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ഒരു വീട് ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി, അവന് കിട്ടി രോഗമില്ല, ഷുഗറില്ല, പ്രഷറില്ല, അവൻ ഹാർട്ട് ഫെയിലായി പോകുമെന്ന ഭയമില്ല, അവന് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള പരിപൂർണ ആരോഗ്യവും ലഭിച്ചു. ആരോഗ്യവും സുരക്ഷിതത്വവും അപ്രകാരം തന്നെ അവന്റെ ഓരോ ദിവസവും താമസിക്കാനുള്ള ഭക്ഷണവും അവന്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, ലോകം അടക്കി ഭരിക്കുന്ന രാജാവിനോട് തുല്യം, ലോകം മുഴുവൻ അവന്റെ കൂടെ ഉള്ളതുപോലെ. അതാണ് മനുഷ്യന് പിന്നെന്താ വേണ്ടത്? നാം എന്തിനാ ഇത് പാടുപെട്ട് വിസ ഉണ്ടാക്കി വന്നിട്ടുള്ളത്? ഈ കാര്യങ്ങളല്ലേ. ഇതിനപ്പുറം വല്ലതുമുണ്ടോ? ഭദ്രമായൊരു വീട് കെട്ടണം, ആ വീട്ടിൽ സുഖമായി ജീവിക്കാനുള്ള ഒരു ഭാര്യ വേണം, ആ വീട്ടിൽ ജീവിക്കാനുള്ളതായ കുട്ടികളും ഭാര്യമാരും കൂടി ജീവിക്കുന്ന വേളയിൽ ആ വീട്ടിനകത്ത് കള്ളം കയറാൻ പാടില്ല, ആ ശത്രുക്കൾ വരാൻ പാടില്ല, പ്രയാസമുണ്ടാവാൻ പാടില്ല, എല്ലാവർക്കും കൂടി ജീവിക്കുന്ന വേളയിൽ കഴിക്കാനുള്ള ഭക്ഷണവും വേണം. ഇത് കിട്ടിയാൽ റസൂലുള്ളാഹിന്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ പദങ്ങൾ പറഞ്ഞാൽ അതിൽ യാതൊരു അനാവശ്യമായ പദങ്ങൾ കലരൂല, ആവശ്യമുള്ളത് പുറത്തു പോകൂല. അങ്ങനെയുള്ള പരിപൂർണാർത്ഥം കുറിക്കുന്ന സാഹിത്യത്തിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ പദങ്ങൾ ഉപയോഗിക്കാൻ റബ്ബനക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലാണ് പറയുന്നത് ഈ പദം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള സുരക്ഷിതത്വം, സുരക്ഷിതത്വം ഇവിടെ അള്ളാഹ് ചോദിക്കുന്ന ശൈലികൾക്കുക ഇവിടെ നമുക്ക് പണ്ട് ചെയ്തത്. അവലം നുമക്കില്ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്നാ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അവലൻ നുമക്കില്ലഹും ഹറമൻ ആമിന, സുരക്ഷിതത്വമുള്ള നിർഭയത്വമുള്ള ഹറമ് നാം അവർക്ക് അവരുടെ കീഴിൽ അവർക്ക് സൗകര്യമുള്ളതാക്കി നൽകിയില്ലേ? മക്കത്ത് ഹറം കാഫിരീങ്ങളുടെ കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, കൊടിയ മുശ്രിക്കുകൾ, ഇബ്രാഹിം അലൈഹി സ്വലാം, ഇസ്മായിൽ അലൈഹി സ്വലാം മഹാത്മാക്കളാകുന്ന ആ നബിമാരുടെ എല്ലാം പ്രതിമകൾ, അവരുടെ പേരിൽ പ്രതിമ ഉണ്ടാക്കി അവരെ പൂജിച്ച് ജീവിച്ചതായ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, ആ മുശ്രിക്കുകൾ വരേക്കും വാപ്പാനെ കൊന്നാളെ ഹറമിന്റെ അകത്ത് കണ്ടാൽ ഒന്നും ചെയ്യൂല എന്നാണ്. ഏത്? വാപ്പാനെ കൊന്നാളെ കണ്ടാൽ ഒന്നും ചെയ്യില്ല. എന്താണ്? ഹറമിന്റെ അകത്തുനിന്ന് കൊല്ലാൻ പാടില്ല, ഹറമിന്റെ അകത്തുനിന്ന് കൊല്ലാൻ പാടില്ല, ഹറമെന്ന് പുറത്തിറങ്ങട്ടെ എന്ന് കാത്തിരിക്കലാണെന്നാണ്. അപ്പോൾ പണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവലൻ നുമക്കില്ലക്കും ഹറമൻ ആമിന, സുരക്ഷിതത്വമുള്ള ഹറം, ആ ഹറമിൽ വെച്ചിട്ട് അതിന്റെ സുരക്ഷിതത്വത്തിന് വിപരീതമായിട്ട് വല്ല ആളും തൊട്ട് കളിച്ചാൽ നുസിഖുഹു മിൻ അദാബിൻ അലീം, കഠിനമായ ശിക്ഷ ഞാൻ അവനെ കൊണ്ട് തീറ്റിക്കും. ഖുർആന്റെ വാണിംഗ് ആണ്. അത് തീറ്റിച്ചു, റബ്ബ് തീറ്റിപ്പിച്ചത് കണ്ടു നാം പലപ്പോഴും ഇവിടെ മക്കയിൽ. ഞാൻ എൻ്റെ അനുഭവം പലപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. എൻ്റെ ഈ ചുരുങ്ങിയ 37 വർഷത്തിലുള്ള ജീവിതത്തിലൂടെ പല സംഭവങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തോന്നിവാസം മക്കയിൽ ബോംബ് ആക്രമണമോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ ആജിമാരെ വധിക്കാനോ പരിശ്രമിച്ചതായ വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടിയ സംഭവ വികാസങ്ങളൊക്കെ. അതെ, പിന്നീട് അല്ലാഹു പറയുന്നു അവലം യറൗ അന്ന ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു الناس മിൻ ഹൗലിഹിം അഫബിൽ ബാതിൽ യുമിനൂൻ വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ. വേറൊരു ശൈലിയാണത്. അവലം നജഅൽ ലഹും, അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ ജഅൽനാ ഹറമൻ ആമിന, ഹറമിനെ എങ്ങനെയാണ് സുരക്ഷിതത്വമുള്ള ഹറമാക്കി നാം മാറ്റിയത്.
അവരുടെ പരിസരത്തിൽ ജനങ്ങളെ രാഞ്ചിക്കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നെന്താ സംഭവിക്കുന്നത്? നമ്മുടെ പരിസരത്തിൽ ജനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുന്നതും ജനങ്ങൾ പൊട്ടിത്തെറിയിൽ ദൈനംദിനം ദശങ്ങളല്ല, ചിലപ്പോൾ നൂറുകണക്കിൽ പേര് മരിച്ചുകൊണ്ടേയിരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ പരിസരത്തിലല്ലേ? അള്ളാഹുവിന്റെ ആ ചോദ്യം പണ്ട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അത് ഈ ഖുർആന്റെ, ഈ ഇസ്ലാമിന്റെ, ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിന്റെ അമാനുഷികത്തെ കഴിവാണ്. അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ ജഅൽനാ, നാമാക്കിയത് ഹറമൻ ആമിന, സുരക്ഷിതത്വമുള്ളതായ ഹറമിനെ, വയുതഖത്തഫുൻ നാസു മിൻ ഹൗലിഹിം, അവരുടെ പരിസരത്തിലാണെങ്കിൽ ജനങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകപ്പെടുകയാണ്, അഥവാ തട്ടിപ്പറിച്ചു കൊണ്ടുപോകപ്പെടുകയാണ്. അഫബിൽ ബാത്തിലി യുമിനൂൻ, അവർ ശിർക്കിന്റെ പിന്നാടി നടക്കുകയാണോ? ബാത്തിലിന്റെ പിന്നാടി നടക്കുകയാണോ? അസത്യത്തിന്റെ പിന്നാടി നടക്കുകയാണോ? വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ മുമ്പിൽ അവർ നന്ദികേട് കാട്ടുകയാണോ ചെയ്യുന്നത്? ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സ്ഥാപിച്ച വേളയിൽ ഈ പറഞ്ഞതായ സുരക്ഷിതത്വം നൽകി. അള്ളാഹ് ഇവിടെ സബകാരോട് പറഞ്ഞ, സബകാരെ ശിക്ഷിക്കുന്ന ശിക്ഷ കേൾക്കാൻ പോകുന്നുണ്ട്. സബകാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി യമൻ മുതൽ ഷാം വരെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അതിനിടക്കിടക്ക് വിശ്രമിക്കാനുള്ളതായ കേന്ദ്രങ്ങളും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? ഇതൊക്കെ അള്ളാഹിന്റെ ചോദ്യമാണ്. എന്നിട്ടോ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളോടും അള്ളാഹ്ക്ക് ചോദിക്കാനുണ്ട് ധാരാളം. അള്ളാഹു പണ്ട് അങ്ങനെ ചെയ്തു. അദീ ഇബ്നു ഹാത്തിം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അവരാദ്യം മദീനത്ത് കടന്നു വന്ന തന്നെ കുരിശ് ധരിച്ചിട്ടാണ് മഹാനായ അദീ. പക്ഷേ പോകുമ്പോൾ അദ്ദേഹം ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പറായി കുരിശ് പൊട്ടിത്തെറിച്ച കുരിശിനെ കെട്ടിയതായ ആ മാലയെ പൊട്ടിച്ച് എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹത്തിന്റെ പെങ്ങൾ സഫാനയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണക്കാരി. അദ്ദേഹം നാട്ടുമൂപ്പനും നേതാവും കൂടിയാണ്. ഹാത്തിമുത്തായി എന്ന ലോക പ്രസിദ്ധിയാർച്ച അറബികളിൽ അറിയപ്പെട്ടതായ ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ. ഹൈലാണ് അദ്ദേഹത്തിന്റെ നാട്. ഇപ്പോഴും അറിയപ്പെടുന്നതായ സ്ഥലമാണ് തയ്യ് ഗോത്രക്കാരുടെ നാട്. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ ക്ലാസ്സിന് പോയപ്പോൾ ശ്രദ്ധിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മുടെ കൗമേ അവിടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് ക്രിസ്ത്യാനിയായി മരിച്ചുപോയ ഹാത്തിം അദിയല്ല, അദിന്റെ വാപ്പ ഹാത്തിമിന്റെ ഖബറിന്റെ പരിസരം കറങ്ങുന്ന വാർത്ത മലയാളികൾ എനിക്ക് എത്തിച്ചെന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഹൈലിലേക്ക് ക്ലാസ് എടുക്കാൻ പോയതായ വേളയിൽ കാഫറോ മുസ്ലിമോ എന്നറിയേണ്ട ആവശ്യമില്ല. മക്കത്ത് പോയി നോക്കുങ്ങൾ. മക്കത്ത് പോയാൽ നിങ്ങൾക്കറിയാം, മക്കത്ത് മഅല എന്ന് പറയുന്ന ഖബർസ്ഥാനം, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനം കഴിഞ്ഞാൽ വലിയൊരു കമ്പൗണ്ട് ഉണ്ട്. അവിടേക്ക് എത്തിയാൽ മുതവഫ് പറയും, അല്ലെങ്കിൽ മുസവർ പറയും, അങ്ങോട്ട് നീങ്ങാൻ പാടില്ല. കാരണം അബൂതാലിബിന്റെ അബൂലഹബിന്റെയും ഖബറാണ്. ആരാ അബൂതാലിബ്? അബൂലഹബ് ലോക തങ്ങന്മാരുടെ നേതാക്കളാണെന്ന് നമുക്ക് പറയാം. എന്തടിസ്ഥാന ചോരബന്ധത്തിൽ. പക്ഷെ വിശ്വാസപരമായ കാര്യം നോക്കുകയാണെങ്കിൽ അവരുമായിട്ടൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹിന്റെ അളാപ്പ മൂത്താപ്പ എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ മുത്തവഫ് പറയാ? അവിടെ പോകാൻ പാടില്ല, മംനൂ ആണെന്ന് പറയും. ബന്ധാണ്, പ്രൊഹിബിറ്റഡ്, ബന്ധാണ്. എന്താ പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചില്ല. അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന എന്ന തത്വം അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ ഖബർ ലോകം സന്ദർശിക്കാൻ പാടില്ല. ഇതുവരെ മനസ്സിലാക്കാത്തതായ എന്ത് പറയണം അവരെ കുറിച്ച്? മനുഷ്യന്മാർ നമ്മുടെ ഖൗമിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന അദീ, അവരുടെ മകൻ, ഈ പറഞ്ഞ വ്യക്തിയാകുന്ന ഹാത്തിമിന്റെ മകൻ അദീ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഇരിക്കവേ ഒരാൾ കടന്നു വന്നു, പറഞ്ഞു, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം ഇസ്ലാമിക ഭരണകൂടം പരിസരത്തിൽ വ്യാപകമായിട്ടില്ല. അപ്പോൾ ഗ്രാമീണന്മാർ പലരും വന്ന് പറയുന്ന ആക്ഷേപമാണ്, റസൂലേ, കള്ളൻ കട്ടുകൊണ്ടുപോയി ഭക്ഷണങ്ങളൊക്കെ, സാധനങ്ങളും കാശുകളും ഒക്കെ കട്ടുകൊണ്ടുപോയി, നാണയങ്ങളൊക്കെ കട്ടുകൊണ്ടുപോയി, അല്ലെങ്കിൽ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയാം. പിന്നൊരാള് പട്ടിണിയിലാണ് ഞാൻ. ഇതൊക്കെ അദീ ഇരുന്ന് കേൾക്കാൻ. അദീ പൊതു മുസ്ലിമാണ്, ഇന്നലെ ക്രിസ്ത്യാനി എന്ന് പറയാൻ നമ്മൾക്ക് വേണമെങ്കിൽ. ഇത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ അദിയെ, ഇൻ താലത് ബിക ഹയാ, നിങ്ങൾ ഇനി കൂടി കുറെ കാലം ജീവിക്കുകയാണെങ്കിൽ
കുറെ കാലം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ മദീന, ഈ ഇറാഖിൽ, ഹീറ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഹീറ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഷയിൽ എന്താണ്? ഇറാഖാണ്. ഇറാഖ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ കണ്ടിട്ടില്ല റസൂലെ, കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു. ഹീറ എന്ന് പറയുന്ന ഇറാഖിൽ നിന്നിട്ട് സ്ത്രീകൾ, അവിടെ നിന്ന് സ്ത്രീ പുറപ്പെട്ടാൽ ആരെയും ഭയമില്ലാതെ മക്കയിൽ വന്ന് തവാഫ് ചെയ്ത് മടങ്ങിപ്പോകാൻ സാധിക്കുന്ന സുരക്ഷിതത്വം മുസ്ലിം ഭരണകൂടം ഈ നാടുകളായി മാറുന്ന കാലഘട്ടം നിങ്ങൾ കാണാം, നിങ്ങൾ കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ എന്ന് റസൂൽ പറഞ്ഞു. സംഭവം കേട്ടുകഥയെന്നല്ല, ബുഖാരിയിലാണ്. പിന്നെ പറഞ്ഞു, ഇൻതാലത്ത് ബിക ഹയാ, നിങ്ങൾ ഒന്നുകൂടി കുറച്ചു കാലം കൂടി ജീവിക്കുകയാണെങ്കിൽ, കുറച്ചു കാലം കൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലയോ അതിയേ, സ്വർണങ്ങൾ വെള്ളികൾ വർദ്ധിച്ചു 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 വർദ്ധിച്ച്, കോടീശ്വരന്മാര് വർദ്ധിച്ച്, കാശ് വർദ്ധിച്ച്, പണം വർദ്ധിച്ച്, നമ്മുടെ ഭാഷയിൽ പെട്രോൾ എന്നൊക്കെ പറയാം, വർദ്ധിച്ചിട്ട് ജനങ്ങൾ സമ്പന്നരായി മാറിയിട്ട് ധർമ്മം ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന വേളയിൽ വാങ്ങാൻ ആളില്ലാത്ത കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അല്ലയോ അദിയെ, നിങ്ങൾക്കറിയാമോ കിസ്റയെ? അതേ റസൂലെ, അറിയാം. ആ കിസ്റ ഭരിക്കുന്ന നാട് നമ്മുടെ നാടായി മാറും അദിയെ. അപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അദിക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു, അദിക്ക് സാധാരണക്കാരനല്ല, നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരാണ് കിസ്റ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ലോകത്തിന് 2 or 3 ഭാഗം ഓഹരി വെച്ചുകൊണ്ട് ഒരു ഭാഗത്തെ അന്ന് റോമൻകാര് ഭരിക്കുകയാണെങ്കിൽ മറുഭാഗത്തെ അന്ന് ഭരിക്കുന്നത് പേർഷ്യക്കാരാണ്. ആ പേർഷ്യയുടെ നേതൃത്വത്തിന്റെ പേരാണ് എന്ത്? കിസ്റ. കൈസർ എന്ന് പറഞ്ഞാൽ റോമാണ്. ഇത് സംശയം വന്നതുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അതി അല്ലയോ റസൂലേ, കിസ്റ ബിൻ ഹുർമുസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റസൂൽ പറഞ്ഞു, കിസ്റ ബിൻ ഹുർമുസ് തന്നെയാണ്, സംശയമില്ല. കിസ്റ ബിൻ ഹുർമുസ് എന്ന് പറഞ്ഞാൽ പേർഷ്യയുടെ തലവൻ എന്നതാണ്. അദ്ദേഹം ഭരിക്കുന്ന നാട് നമ്മുടെ നാടായി മാറുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടപ്പോൾ, ഇതെല്ലാം പറയുമ്പോൾ അദിയു പറയുന്നു, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കറങ്ങി വരികയാണ്. എന്റെ നാടാകുന്ന ആ നാട്ടിന്റെ പരിസരത്തിൽ, അഥവാ ഹായിലും പരിസരത്തിലുമുള്ളതായ കവർച്ച സംഘം എവിടെയായിരിക്കും? അവിടെയൊക്കെ കവർച്ച സംഘം കൊണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും നടക്കാൻ, യാത്ര ചെയ്യാൻ പറ്റാത്ത പരിതസ്ഥിതിയിലാണ് മൂപ്പർക്ക്. അതിനെക്കുറിച്ചാണ് മൂപ്പരുടെ അനുഭവം. ഈ അനുഭവം വെച്ച് മൂപ്പര് പറയാണ്, ഞാൻ ഇങ്ങനെ കറക്കാണ്, അവരൊക്കെ എവിടെയായിരിക്കും? മഹാനായ അദി പറയുന്നു, എനക്കല്ല നീണ്ട ആയുസ് നീട്ടിത്തന്നു. റസൂല് പറഞ്ഞ രണ്ടും ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. സഹാബാക്കളെ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂന്നാമത്തത് കൂടി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. കാരണം അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത് ഇവിടെ വരാതിരിക്കയില്ല, സംഭവിക്കാതിരിക്കയില്ല എന്ന് മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞ വാർത്ത സഹീഹ് ബുഖാരിയിൽ കാണാവുന്നതാണ്. പറഞ്ഞു വരുന്നത് സുരക്ഷിതത്വം എന്ന് പറഞ്ഞത് കണ്ടു. അദി പറയുന്നു, ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. ആരെയും ഭയമില്ലാതെ ഇറാഖിൽ നിന്നിട്ട് പെണ്ണുങ്ങൾക്ക് വരാൻ വരെ സാധിക്കുന്ന അന്തരീക്ഷം, സ്ത്രീകൾക്ക് വരെ വരാൻ സാധിക്കുന്ന അന്തരീക്ഷം. അങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ പ്രയാസമില്ലല്ലോ ആർക്കും എവിടെയും പോകുന്നതിൽ. ഇന്ന് സംഭവിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഈ സൂദി ഭരണകൂടം വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം കഴിഞ്ഞതിന്റെ ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ ഈ നാട്ടിൽ വിട്ടുകടന്നു. സുരക്ഷിതത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഈ നാട്ടിൽ ഉണ്ടായതായ കാലഘട്ടം, ഇമാമുകൾ വന്ന കാലഘട്ടം, സലഫുസ് സാലിഹീങ്ങൾ വന്ന കാലഘട്ടം, ഹദീസുകൾ ശേഖരിച്ച കാലഘട്ടം. പിന്നെ ഇതാ കാലം വിട്ടുകിടക്കുന്നു. കാലം വിട്ടുകിടക്കുമ്പോൾ അനാചാരം വ്യാപകമാകുന്നു, ശിർക്ക് വ്യാപകമാകുന്നു. അപ്പോഴതാ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മടക്കിയെടുക്കുന്നു. പ്രയാസമുണ്ടാകുന്നു. ഫക്കീറന്മാര് വ്യാപകമാകുന്നു, കഴിവില്ലാത്തവരും അവശരും വ്യാപകമാകുന്നു, സമ്പത്ത് കുറഞ്ഞു വരുന്നു. അങ്ങനെ ഏകദേശം 5 or 6 നൂറ്റാണ്ടുകൾ തുർക്കികൾ ഭരിച്ചതായ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം കാണാവുന്നതാണ് കവർച്ച സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. എത്രത്തോളം
നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 300 കൊല്ലം 400 കൊല്ലം 500 കൊല്ലം മുമ്പ് വരേക്കും ജീവിച്ചതായ ഹാജിമാർ ലോകത്ത് തൊട്ട് ഇവിടെ അത് വരികയാണെങ്കിൽ അവർ വരുന്ന വേളയിൽ മയ്യത്ത് കുളിപ്പിക്കാനുള്ളതായ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള കഫനുമായിട്ടാണ് വരിക, മരിക്കാൻ ഒരുങ്ങിയിട്ടാണ് വരിക. കാരണം മക്കയിലേക്ക് എത്തുമോ ഇല്ലേ എന്ന് ഉറപ്പില്ല, ധൈര്യമില്ല. പ്രത്യേകിച്ച് അന്ന് അറബ് രാഷ്ട്രത്തിൽ ജസീറയിൽ തന്നെ ഇല്ല, ജസീറയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എൻ്റെ അനുഭവം. വാദി ഫറയിലേക്ക് ചെന്നതായ കാലഘട്ടത്തിൽ 80ഓളം വയസ്സുള്ളതായ തന്ത പറഞ്ഞതായ വാർത്ത എന്ത്, 40 കൊല്ലം വരേക്കും ഞാൻ ജീവിച്ചത് ഹാജിമാരെ കൊന്നിട്ടാണ്. എൻ്റെ ഡ്യൂട്ടി അതാണ്, എൻ്റെ ബിസിനസ് അതാണ്. വാദി ഫറയിൽ നിന്നിട്ട് മെയിൻ റോഡിലേക്ക് ചെല്ലും, എന്നിട്ട് ഹാജിമാർ പോകുന്നതായ വഴിയിൽ നിൽക്കും. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ ആ സന്ദർഭത്തിൽ ദുഃഖമുണ്ടാവാറുള്ളത് ഹാജിയെ കൊന്ന ശേഷം കാശ് കിട്ടാത്തതിൽ എന്നല്ലാതെ ഹാജിയെ കൊന്നതിലല്ല. ചിലപ്പോൾ ചില ഹാജിമാരെ കൊന്നാൽ ഹാജിയുടെ കൂടെ കാശുകൾ കൂടുതൽ ഉണ്ടാവില്ല, അപ്പോൾ പ്രയാസം ഉണ്ടാവും കൊന്നതിൽ, എന്നല്ലാതെ കൊന്നതിൽ പ്രയാസമല്ല, കാശ് കിട്ടാത്തതിൽ പ്രയാസം. അങ്ങനെ 40 കൊല്ലം ജീവിച്ചു. അള്ളാഹുവിൻ്റെ തൗഫീഖും പിന്നെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ വരവേൽപ്പുമില്ലെങ്കിൽ ഇന്ന് വരെ ഞങ്ങൾ ആളെ കൊന്ന് ജീവിച്ചിരുന്നേനെന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ വന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു, 40ഓളം വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഈ നാട്ടിൽ തൗഹീദ് വ്യാപകമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും സുരക്ഷിതത്വം മാത്രമല്ല നൽകിയത്, പിന്നെ ഞാൻ തന്നെ എന്നെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഞാൻ ഇവിടെ സ്വർണത്തിൻ്റെ കടകൾ തുണി മാത്രം വിരി മാത്രം ഇട്ട് പോകുന്ന കാഴ്ച ദശവർഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മദീനയിൽ. വിദേശികൾ വരുന്നതിന് മുമ്പ് കൂട്ടമായിട്ട് വിദേശികൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ കൈക്കൂലി എന്താണെന്ന് ഈ ഖൗമിന് അറിഞ്ഞിരുന്നില്ല, ബ്ലൂ ഫിലിം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവർക്ക് പഠിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ ജീവിക്കുന്നവരൊക്കെ ഇത് സഹാബാക്കളാണെന്നോ മഅസൂമികളാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. തെറ്റിനുള്ള ചുറ്റുപാടുണ്ടാകുമ്പോഴാണ് ജനങ്ങൾ തെറ്റ് ചെയ്യൽ അധികവും. അതിനുള്ള അന്തരീക്ഷമില്ലാതിരിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഈ അന്തരീക്ഷമില്ലാതിരിക്കലാണ് ഇസ്ലാമിക ഭരണകൂടം കൊണ്ട് ലക്ഷ്യം തന്നെ. ഇസ്ലാമിക ഭരണകൂടം എന്ത് ചെയ്യുന്നു? ജനങ്ങളിൽ തെറ്റിലുള്ള അന്തരീക്ഷങ്ങൾക്ക് അത് അറുതി വരുത്തുന്നു. തെറ്റ് ചെയ്യുന്നവർക്ക് അറുതി വരുത്തലല്ല, തെറ്റ് ചെയ്യുന്നവർ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും, പക്ഷേ ശതമാനം കുറയും ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ. അതാണ് നാം കണ്ടത്. ഇവിടെ ഭരണകൂടം വന്ന ശേഷം മക്കയിലും മദീനയിലും ഞാൻ എൻ്റെ അനുഭവം പറയാണ്. എനിക്ക് തന്നെ ഹാജിമാരെയുമായിട്ട് ഈത്തപ്പഴത്തിന് പോയി തനക്കാന്ന് അറിയാം, ടീന്നിങ്ങനെ നിറച്ചിട്ട് ഹാജിമാർ ഈത്തപ്പഴം വാങ്ങിയതിന് ശേഷം കാശ് മറന്ന ഹാജിയാരോട് ഈത്തപ്പഴമായിട്ട് പോയിക്കോളിന്ന് ഇത് കടക്കാരൻ പറയാ. ഹാജിയാർ അത്ഭുതപ്പെട്ട് എന്നോട് ചോദിക്കും എന്താണ് പറയുന്നതെന്ന്. ഹാജിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണ് പറയുന്നത്? അയാൾ പറയാണ് നിങ്ങൾ ഈത്തപ്പഴമായിട്ട് പോയിക്കോളി, എന്നിട്ടോ നിങ്ങൾ പിന്നെ കൊണ്ടുവന്നാൽ മതി. അത്രയും വിശ്വാസമായിരുന്നു ഹാജിമാരെ. ഇന്ന് പറ്റുമോ? ഇന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ഹാജിമാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം നല്ലൊരു വിഭാഗം വരാറുണ്ട് ഈ നാട്ടിലേക്ക് ഹജ്ജ് സീസണിൽ. ഈ നാട്ടിൽ താമസിക്കുന്നവരിലുണ്ട്, വിദേശികളാവട്ടെ സ്വദേശികളാവട്ടെ ആരാണെങ്കിലും അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പക്ഷെ സുരക്ഷിതത്വം എന്നത് നേടിയെടുക്കാൻ നല്ലത് തൗഹീദ് സ്ഥാപിക്കലും തൗഹീദ് വ്യാപകമാക്കാലും തൗഹീദിന് വേണ്ടി മനക്കടലും തൗഹീദിന് വേണ്ടി പാടുപെടലും തൗഹീദ് എല്ലാവരിലും വ്യാപകമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവലും എന്നതാണ് എന്നത് നമുക്ക് പ്രാക്ടിക്കലായി കാണുന്നതായ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. സുരക്ഷിതരായിട്ട് നിങ്ങൾ ഷാം മുതൽ ഡമസ്കസ് വരെ, ഷാം മുതൽ യമൻ വരെ, സൻആ വരെ, മഅരിബ് വരെ, അന്നത്തെ ഭാഷയിൽ മഅരിബ്, അന്നത്തെ തലസ്ഥാനം അതാണ്, ഇന്നാണ് സൻആ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു റബ്ബന ഞങ്ങൾക്ക് ബാഇദ് ബൈന അസ്ഫാരിന. നോക്ക് ഇത് തോന്നിവാസ ചോദ്യം. ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങൾക്ക് സുഖം കൂടുതൽ ആഡംബരത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ വഴിയിലുള്ളതായ പട്ടണങ്ങൾ ദൂരമാക്കി തരാ. ഇതിന് രണ്ടർത്ഥം വെച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. ഒന്ന്, ഈ ഇത് ഫക്കീറന്മാർക്കൊന്നും സമ്പാദിക്കാൻ ചാൻസ് ഉണ്ടാക്കരുത്. ഫക്കീറന്മാർക്ക് താഴെ രൂപത്തിൽ ജീവിക്കുന്ന കഴിവില്ലാത്തവരുണ്ടല്ല, അവർക്ക് സമ്പാദിക്കാൻ ചാൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ളതായ ആവശ്യമായിരുന്നു എന്നത്. രണ്ടാമത്തത്, അവർക്ക് കൂടുതൽ യാത്ര ടൈം സ്ഥലം നീളുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് ആസ്വദിച്ചു കൊണ്ടേയിരിക്കാം യാത്രയിൽ എന്നതുകൊണ്ടായിരിക്കും. ഏതായാലും തോന്നിവാസ ചോദ്യം അവർ ചോദിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന. അങ്ങനെയുള്ള ചോദിച്ചപ്പോൾ അവര് നന്ദി കാട്ടിയില്ല, നന്ദി കേടാണ് കാട്ടിയത്. നാം അവരിലേക്ക് അയച്ചു കൊടുത്തു സൈലൽ അരിം, ശക്തിയുള്ളതായ വെള്ളപ്പൊക്കം. സൈൽ
എവിടെയാണ്? അവരുടെ അണക്കെട്ടിനെ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു ചെറിയ ജുറുദ് കൊണ്ട് എലി പോലത്തതായ, കണ്ടില്ലേ, അള്ളാന്റെ പട്ടാളം, ഫാൻ്റെ വിമാനോ ജെറ്റ് വിമാനോ അല്ലെങ്കിൽ ജിബ്രീൽ വന്നിട്ട് അവിടുന്ന് ഒന്നും ആവശ്യമില്ല, എല്ലാ രൂപത്തിലും അള്ളാഹ്ക്ക് നശിപ്പിക്കാൻ സാധിക്കും. അവരുണ്ടാക്കിയതായ കോടീശ്വരന്മാരുണ്ടാക്കിയ അത്ഭുത അണക്കെട്ട്, വിശാലമായ അണക്കെട്ട്, രാജാക്കന്മാർ കെട്ടിയ അണക്കെട്ട്, ഇപ്പോഴും അവിടെ പോയ ആ എരിവിൽ അണക്കെട്ടിന്റെ അവശിഷ്ടമുണ്ട്, ഇപ്പോഴുമുണ്ട്. ആ അണക്കെട്ടിനെ പൊട്ടിച്ചു ചെറിയ ചെറിയ ജന്തുക്കളിലൂടെ. എന്നിട്ടോ അവരുടെ നാട്ടിൽ മഹാവെള്ളപ്പൊക്കമുണ്ടായി. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അതിന് പകരമോ ബദ്ദൽനാഹും, അവർക്കുണ്ടായ തോട്ടത്തിന് പകരം ജന്നതൈൻ ദവാതൈ ഉകുലിൻ ഖംതിൻ വാതിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീം, സുഖലോലുപമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതായ, ചുറ്റുപാടുകളില്ലാത്തതായ താളിമരമോ അല്ലെങ്കിൽ കാറ്റാടി മരമോ അല്ലെങ്കിൽ വെറും അറാക്ക് മരമോ പോലത്തതായ വൃക്ഷങ്ങൾ മാത്രം നൽകി. പുഷ്ടി ഉണ്ടാക്കാനോ സമ്പന്നനായി ജീവിക്കാനോ സാധിക്കുന്ന രൂപത്തിലുള്ളതായ പഴവർഗ്ഗങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. അതിന് പകരം ഉപയോഗത്തിൽ വേണ്ടത്ര നേട്ടമോ സമ്പാദ്യമോ ഇല്ലാത്ത രൂപത്തിലുള്ളതായ കൃഷികൾ മാത്രം അവർക്ക് ഞാൻ പകരം നൽകുകയും ചെയ്ത്. എന്നിട്ടോ ദാലിക ജസൈനാഹും ബിമാ കഫറു, നന്ദികേട് കാട്ടിയപ്പോൾ അവർക്ക് നാം നൽകിയതായ പ്രതികാരമായിരുന്നു അത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ, നന്ദികേട് കാട്ടിയവർക്കല്ലാതെ നാം പ്രതികാരം നൽകാറുണ്ടോ കൂട്ടരേ? അതെ, ഈ വിഷയം അവസാനിച്ചിട്ടില്ല. അൻസാരികളിലേക്ക് എത്താൻ ഇനിയും കാര്യങ്ങൾ പറയാൻ ശേഷിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഹാജിമാർ വന്നിട്ടില്ലെങ്കിൽ ഇനിയും ഇവിടെ ക്ലാസ് തുടരും. നാളെയും ഇവിടെ ക്ലാസ് ഉണ്ടാകും. മറ്റന്നാൾ ഇവന്റെ ക്ലാസ് തന്നെ പള്ളിയിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അതിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഇവിടെ ഒരു സഹോദരിയുടെ ചോദ്യം കാണുന്നു. പ്രായപൂർത്തി ആവാത്ത കുട്ടികൾക്ക് ഹജ്ജിന് വേണ്ടി വാപ്പയോ ഉമ്മയോ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിയ്യത്ത് എന്താണ്? കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് നിയ്യത്തോടൊപ്പം അള്ളാഹ്ക്കുള്ള ഹജ്ജിനെ കുട്ടികൾക്ക്, ഇന്ന കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് കൊണ്ട് ചെയ്യാം. ഓരോ എത്ര കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും, ഉമ്മാക്ക് 10 കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം, വാപ്പാക്ക് 10 കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ 5 കുട്ടികൾക്ക് വാപ്പയും 5 കുട്ടികൾക്ക് ഉമ്മയും അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ആ കുട്ടികളുടെ ഹജ്ജിനെ സുരക്ഷിതമായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടുപെടുകയും വേണം എന്ന് പറഞ്ഞാൽ, തവാഫ് ചെയ്യുമ്പോൾ മാത്രം അവരെ നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അശുദ്ധി മാറ്റിയും കൊണ്ട്, ചെറിയ കുട്ടിയാണെങ്കിൽ അശുദ്ധി മാറ്റിയും കൊണ്ട് ഒതു പിടിപ്പിച്ചിട്ട് തവാഫ് ആരംഭിപ്പിക്കുക. ബാക്കിയുള്ളതോട് എവിടെയും ഒതുവിന്റെ ആവശ്യമില്ല, ശുദ്ധിയുടെ ആവശ്യമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അവരോട് കൂടി കറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് കറങ്ങുക, അവരെ കൂടി കറങ്ങുക. അവരെ കൊണ്ട് കല്ലെറിയാൻ പറ്റുന്ന 10 വയസ്സ് കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് എറിയിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഏറ് നാം എറിയുക. ഹജ്ജിനെ കുറിച്ച് ചുരുക്കത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എടുക്കും ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് പോകാൻ തീരുമാനിക്കുന്ന സഹോദര സഹോദരിമാർക്ക് വേണ്ടി ഇവിടെ ഇൻഷാ അല്ലാഹ് ഹജ്ജോടടുത്ത ദിവസത്തിൽ പ്രത്യേക ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അനൗൺസ് ചെയ്യപ്പെടും. അതിൽ നിങ്ങൾ വന്നാൽ മതി. ഈ